ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പറയും, ഞാൻ മൂപ്പരൊക്കെ കൂടിയിരുന്നു, ഞങ്ങൾ രണ്ടാട് വ്യക്തിന്ന് ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ കൂടെ കിടന്നുകൾ, അങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും നാളെ ആഫ്രിക്ക പരം ചെയ്തോളണമെന്നില്ല. ചിലവരിപ്പോൾ ഞാൻ ഇന്നാളെ വാനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വേട്ടനാണ്, അല്ലെങ്കിൽ മൂപ്പര അളിയനാണ്. ഈ പറഞ്ഞ ബന്ധങ്ങളൊന്നും അതൊക്കെ മുറിയും. എല്ലാ ബന്ധങ്ങളും നാളെ മത്സരം വെച്ച് അറ്റുപോകും. അതല്ലാതെ യാതൊരു ബന്ധങ്ങളും നിലനിൽക്കും. മത്സരയും ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അള്ളാഹു പറയും, നിങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളെ തറവാട് പറഞ്ഞുകൊണ്ട് അഭിമാനിച്ചവരാണ്. എൻ്റെ തറവാട് ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖ്വാ. ഞാനും നിങ്ങളായിട്ടുള്ള ബന്ധം എന്നെ ഏറ്റവും ഭൗതിക ലോകത്തിൽ വെച്ചുകൊണ്ട് സൂക്ഷ്മതയിലായി ജീവിച്ച് എന്നെ സൂക്ഷിച്ച് ജീവിച്ച ആളുണ്ടോ ഓനാണ് എൻ്റെ കുടുംബം. കാരണം അള്ളാഹു അറിയാം, നിങ്ങളുടെ കുടുംബം പറഞ്ഞു, ആ കുടുംബം കൊണ്ട് നിങ്ങൾ ഭൗതിക ലോകത്തിൽ നിന്ന് അഭിമാനിക്കലില്ലേ? ഇവിടെ ആ പരിചയമൊന്നുമില്ല. ഞാനും നിങ്ങളായിട്ടുള്ള ബന്ധം ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖ്വാ. ഏറ്റവും ഭക്തിയുള്ളവൻ ആരോ? ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ശുദ്ധ മലയാളം പറഞ്ഞതുകൊണ്ടായില്ല. അള്ളാഹുവിനെ പേടിയോടുകൂടെ സൂക്ഷിച്ച് അവർ വയ്ക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വഹിച്ചു, കൊണ്ടുവരാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവന്നു. ആ നിലക്ക് അള്ളാഹുവിനെ ഇവിടെ ഉൾക്കണ്ടുകൊണ്ട് കണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം മാത്രമേ നിലനിൽക്കുള്ളൂ. ഇതാണ് ഇവിടെ മഹാത്മാക്കൾ പഠിപ്പിച്ച കാര്യം. അപ്പോൾ ആരും ചടിപ്പെട്ട് പോകരുത്. ഇങ്ങനൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടും. കൂടിയവരൊക്കെ നാളെ മത്സരയിൽ എത്തി കൂടിയോളൊന്നും ഉണ്ടാവില്ല. മത്സരയെ കൂടും, രക്ഷയിലെല്ലാവരും പൊട്ടോളം എന്നൊന്നും പിന്നെ അർത്ഥം ഉണ്ടാവും. ആർക്കൊക്കെ ഈമാൻ ഉരി പോകുന്നുണ്ട് മരണസമയത്ത് നമ്മൾ അറിയുകയില്ല. കാണുന്ന രൂപങ്ങളൊന്നും അല്ലാഹു തആലാന്റെ അടുക്കൽ ചിലപ്പോൾ സ്വീകാര്യമായിക്കൊള്ളുന്നില്ല. അതാണിപ്പോൾ അവർ പഠിപ്പിച്ച മഹാത്മാക്കൾ പഠിപ്പിച്ച വഴിൻ്റെ ഒരു രഹസ്യം. ഞാൻ അതിലേക്കാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം, നാദാ എന്നെ നീ രക്ഷപ്പെടുത്തണം, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളോ സമ്പത്തുക്കളോ ഫലപ്പെടാത്ത നാൾ, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കറകളഞ്ഞ് തെളിഞ്ഞ ഹൃദയവുമായി വന്നവനല്ലാതെ സമ്പത്തുക്കളോ സന്താനങ്ങളോ അവൻ്റെ യാതൊന്നും രക്ഷപ്പെടാത്ത നാൾ എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? അള്ളാന്റെ ചങ്ങാതി എന്ന പേരുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇന്ന് മനസ്സിലാക്കേണ്ടത്, മൂപ്പർക്ക് വാസ്തവത്തിൽ അള്ളാന്റെ ഖലീൽ എന്നുള്ള പേരല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മൂപ്പർക്ക് ധൈര്യം ഉണ്ടാവും. എങ്കിലും മൂപ്പർ വളരെയധികം പേടിയില്ല. എന്നിട്ടാ പറയുന്നത്, അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അന്ന് മക്കളോ സമ്പത്തുക്കളോ ഒന്നും അന്ന് ഫലപ്പെടില്ല. അന്ന് കറകളഞ്ഞ ഹൃദയം, ആ ഹൃദയത്തിൽ അള്ളാനെയായിട്ട് ചെല്ലെങ്കിൽ അവരെ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തണേ മൂപ്പർക്ക് വാസ്തവത്തിൽ പറയേണ്ടതില്ല. കാരണം ഖലീൽ എന്നുള്ള സ്ഥാനം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അയാളെ ഹൃദയത്തിൽ അയാൾ സ്നേഹിക്കുന്ന ആളല്ലാതെ മറ്റൊരാളും പാടില്ല. ആ സ്ഥാനത്തെത്തിയെങ്കിലേ ഖലീലാവും. ഇബ്രാഹിം നബിന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹ് ഒരിക്കലും അറിയുന്നില്ല ഇങ്ങനത്തെ ആളാണ് ഖലീൽ. അപ്പൊ ഒരു കാര്യം അവിടെ മനസ്സിലാക്കാനുള്ളത്, പുറത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ. ഇനി മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹ ലാ യൻദുറു, നിശ്ചയം അല്ലാഹു തആല നോക്കുകയില്ല ഇല അജ്സാമിക്കും, നിങ്ങളുടെ ബോഡിയിലേക്ക്, വലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അല്ലാഹു തആലക്ക് നോട്ടല്ല. അതാ ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളിവിടെ കണ്ടാൽ ഈ ദൃഷ്ടിയിൽ നല്ല കാഴ്ചയിലാണ്, നല്ല ഇഷ്ടപ്പെട്ടൊരു സദസ്സായിക്കാം. ഇനി ഇതുപോലെ ആയിരിക്കും നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിറഞ്ഞൊരു സദസ്സ് കണ്ടാൽ, നല്ല സദസ്സ് അല്ലെ, പരമ്പര ദുആയൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും, ആമീനൊക്കെ ശരവർഷം അവിടെ ചെയ്തിട്ടുണ്ടാവും. അള്ളാഹ് സ്വീകരിച്ചോ ആരുകൾ? ഈ രൂപങ്ങളോ ബോഡികളോ ഒന്നും അല്ലാഹു തആല നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തആല നോക്കുന്നു. അഅമാലിക്കും, നിങ്ങളെ കർമ്മങ്ങളിലേക്ക്. കർമ്മത്തിന്റെ രൂപമല്ല, നമ്മൾ ചെയ്തത് അമലായിക്കോളും എന്നില്ല. ഈ അമല് അള്ളാഹ് സ്വീകരിച്ചെങ്കിൽ എന്താവുള്ളൂ അമൽ എന്ന് പറയുള്ളൂ. ആ അമലിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്. അല്ലാതെ നമ്മുടെ രൂപത്തിലേക്ക്, ഈ പ്രവർത്തന രൂപത്തിലേക്കൊന്നും അല്ലാഹു തആലക്ക് നോട്ടമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഒരു കാര്യം, ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഒരാൾ യുദ്ധം ചെയ്യുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് ശരീരത്തിൽ വെട്ടുകളേറ്റുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു പോരാടും, അയാൾ എൽത്തമിസുൽ അജ്റ, അള്ളാഹുവിനൊക്കെ ഈ യുദ്ധം ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹമുണ്ട്, പ്രശംസയും അയാൾക്ക് താല്പര്യമുണ്ട്. അയാൾ നല്ല പൊരിഞ്ഞ പോരാട്ടാണ് അയാൾ പോരാടി എന്ന് പേര് കിട്ടണമെന്നോ. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ അയാളെ സ്ഥിതി എന്താ? നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ചെയ്യൽ, ഓനൊന്നുമില്ല, സമയം പോയി മാത്രം.
ഇയാൾക്ക് സമാധാനമാകുന്നില്ല. ഇയാൾ ഇനിയും ചോദിച്ചു, ഈ ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നു, അയാൾക്ക് പ്രതിഫലവും ആഗ്രഹമുണ്ട്, ഒരു പ്രശംസ ജനങ്ങളുടെ ഇടയിൽ ഒരു പേരും കിട്ടണം, അഭിമാനം. ഓനൊന്നുമില്ല, അള്ളാഹിന്റെ അടുക്കൽ വേണമൊന്നുമില്ല. ഇതൊരു യുദ്ധം മാത്രമാണ് നിങ്ങൾ കണക്കാക്കണ്ട. പ്രസംഗിക്കുന്ന ഞാൻ, എൻ്റെ ഈ പ്രസംഗം കൊണ്ട് ഞാൻ കേൾക്കുന്ന ജനങ്ങളിൽ നല്ലൊരു പേരാ, കൂലിയാണ്. എന്നാൽ ആ ചെയ്യരുത്. നിങ്ങൾ നിശ്ചയിച്ച നിസ്കാരങ്ങളോ ദിക്റുകളോ സേവനങ്ങളോ എന്ത് ചെയ്ത് അതിന് നിങ്ങൾക്ക് രണ്ട് താല്പര്യമാണ്. അള്ളാഹിന്റെ താല്പര്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാ ചെയ്യലവും അവന് യാതൊന്നുമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഓരോരുത്തരും സ്വന്തം ഒരു വിലയിരുത്തി നോക്കിയാൽ നമ്മൾ അത്യാവശ്യമുള്ളവർക്ക് അള്ളാഹിന്റെ അടുത്ത് കണ്ടിച്ച് രക്ഷപ്പെടാൻ മാത്രമുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിലർ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ചിലർ ഉംറ ചെയ്തിട്ടുണ്ടാവും, പ്രവർത്തിച്ചിട്ടുണ്ടാവും, സേവനം ചെയ്തിട്ടുണ്ടാവും. ഒക്കെ കണക്കൂട്ടി നോക്കി നമുക്ക് അത്യാവശ്യം എങ്ങനെ സ്വർഗത്തിൽ കിടക്കാനുള്ളത് ഉണ്ടാവുന്നതാണ് എല്ലാവരെയും ഉണ്ടാകും. അത് ഈ അള്ളാഹ് നോക്കണം. അള്ളാഹിന്റെ നോട്ടം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോ അള്ളാഹു തആലാന്റെ നോട്ടം എന്താണപ്പോ? ഉസ്താദുൽ അസാത്തീദ്, കുതുബുൽ അർത്താബ്, ഷെയ്ഖുൽ മശായിഖ് ഒക്കാര. നമ്മൾ ഇവിടെ കേരളത്തിൽ പറയുന്നതൊന്നും അല്ല. റയീസിലും മുഹദ്ദിഖീനും ഒക്കെ പക്കത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്താദുൽ ഇവരെല്ലാന്നല്ല പറയുന്നത്. ലോകത്തെ എല്ലാ ഉസ്താദന്മാരും നിരുപാധികം ഉസ്താദുൽ അസാത്തീദ്, റയീസുൽ മുഹദ്ദിഖീൻ, അങ്ങനെ ഇനി ഏതെല്ലാം പേര് പറയേണ്ടതുണ്ട് ആ പേരിനൊക്കെ അറിയാനായ ആളാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അറിയാൻ അപ്പുറം ഇന്നൊന്നുമില്ല, അതിനിപ്പുറത്തെ മറ്റുള്ളവരൊക്കെ പറയുന്നുള്ളൂ. അപ്പൊ ഇത് തീർത്ത് ആണയിട്ട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് യാതൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് വേണം പറഞ്ഞതിന്റെ അർത്ഥം? ഹൃദയത്തിന്റെ ശുദ്ധിയില്ലാതെ കാര്യങ്ങളെങ്കിലും ചെയ്താൽ അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യമാവില്ല എന്നപ്പോ പറഞ്ഞതാണ്. ഇനി റസൂലുള്ളാഹിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? യത്ലു അലൈഹിം ആയാതി ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന. നിരക്ഷരനായ ആ ജനതയിലേക്ക് അല്ലാഹു തആല ഒരു പ്രവാചകനെ അയച്ചു. യത്ലു അലൈഹിം ആയാതി, ആ പ്രവാചകൻ ആ ജനങ്ങൾക്ക് ഖുർആൻ ഓതിക്കൊടുത്തു. വയുഅല്ലിമുഹും, അവർക്ക് ദീനിന്റെ അഹ്കാമുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന അവിടെ നിർത്തിയില്ല. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടോ ഓതിത്തന്നത് കൊണ്ടോ ആയില്ല. പറയപ്പെട്ട ഹൃദയത്തിന്റെ സ്വഭാവങ്ങളൊക്കെ എന്ത് വേണം? തസ്കിയത്ത് ചെയ്യണം, ശുദ്ധീകരിക്കണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മൂന്നിനും കൂടിയാണ്, ഒന്നിനല്ല. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? പഠിക്കുകയും വേണം, ഓതുകയും വേണം, ഹൃദയത്തിന്റെ തസ്കിയത്ത് ശുദ്ധീകരണവും. കാരണം അതില്ലെങ്കിൽ വിജയം ഉണ്ടാവില്ല എന്നൊക്കെ പിന്നെ മനസ്സിലാക്കണം. ഇതാണ് ഇപ്പം മഹാത്മാക്കൾ ചെയ്തു വെച്ച കാര്യങ്ങൾ. ഇങ്ങനെ ഒരു ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ധാരാളം ദുഷ്ട സ്വഭാവങ്ങൾ മനുഷ്യ ഹൃദയത്തിലുണ്ട്. ഇതിനാണ് ഇപ്പൊ നമ്മൾ തെരീക്കത്തോ അതെന്തോ ഒരു സാധനമൊന്നുമല്ല. അതിന്റെ പേര് കച്ചറുണ്ടാക്കേണ്ടതോ ചെപ്പാടുണ്ടാക്കേണ്ടതോ അല്ല. എന്താ? മഹാനായ ഇമാം റബ്ബാനി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടാണ്, ഇപ്പൊ ശരീഅത്ത് ശരിക്കും നടപ്പിൽ വരണമെങ്കിൽ, ഉദാഹരണത്തിനിപ്പോ 5 വക്ത് നിസ്കരിക്കാൻ നിർബന്ധം. ഈ നിസ്കാരം നമ്മൾ നിർവഹിച്ചവനായി തീരണമെങ്കിൽ അതിന് ത്വരീക്ക് വേണം. ത്വരീക്കുണ്ടാകുന്നതാണ് അതിന്റെ അർത്ഥം. ഞാനിപ്പോൾ നന്നായിട്ട് നിസ്കരിച്ചു, പക്ഷെ എൻ്റെ ഉള്ളിലെ താല്പര്യം ഒരു നല്ലൊരു മനുഷ്യനാണ് എന്ന് എല്ലാവരും ഒന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ നോക്കുക. എന്നാൽ ഇന്ന് നിസ്കാരത്തിന് അള്ളാഹിന്റെ അടുക്കൽ യാതൊരു ഫലം ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചു നിസ്കരിച്ചോളോ എന്ന് ചോദിച്ചാൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ഓർക്ക് വേണ്ടി നിസ്കരിച്ചാണ് അവിടുന്ന് വാങ്ങി, ഇവിടെ അതിനൊന്നുമില്ല. ഇനി നിസ്കാരായി നോമ്പായി ദിക്റായി എന്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താ? നിയ്യത്ത് മാറിപ്പോയി. അപ്പൊ ശരീഅത്തിന്റെ കൽപ്പന തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ ആദ്യമായിട്ട് ആത്മശുദ്ധി വേണം എന്നുള്ളതേ അള്ളാഹിന്റെ അടുക്കൽ അത് കബൂലാകുന്നുള്ളൂ. അപ്പോ ഒരു മനുഷ്യന്റെ അമലിൽ ഓരോ ശരീരത്തിൽ പ്രവേശിച്ചാൽ ആ ശരീരത്ത് പ്രകാരം അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമാവാൻ വേണ്ടിയാണ് മഹാത്മാക്കൾ അവന്റെ ഹൃദയത്തിന്റെ ശുദ്ധി ചെയ്യണമെന്ന് പറയും. അതിനാണ് ത്വരീഖ് ഒരു വഴി എന്ന് പറയുന്നത്. അത് അതിന്റെ പുറത്തുള്ളതല്ല. നിസ്കാരം നിസ്കാരമാവാൻ, നോമ്പ് നോമ്പാവാൻ, ഹജ്ജ് ഹജ്ജാവാൻ ഈ പേരങ്ങനെ ഇടണ്ട. ശരിയായ ശരീരത്തിൽ തന്നെ ആയിക്കോട്ടെ. നിസ്കരിച്ച യഥാർത്ഥ നിസ്കാരാക്കുക, നോമ്പ് പോറ്റ യഥാർത്ഥ നോമ്പാക്കുക. അങ്ങനെ ആക്കാനുള്ളതായ ഒരു മാർഗം. അപ്പൊ അതിനാണ് ഈ ആൾക്കാരൊക്കെ എന്താക്കിയത്, പ്രവർത്തിച്ചത്, ഒരു സൂചിപ്പിച്ചത്. ഇനി ഹദീസിൽ കാണാം അത്തുന്യ മൽഊനത്തുൻ, ഈ ഐഹിക ലോകം മുഴുവനും അള്ളാഹിന്റെ ശാപത്തിന് അർഹമാണ്, ശപിക്കപ്പെട്ടതാണ്. ഇല്ല മാ കാന മിൻഹ ലില്ലാഹി അസ്സ വജല്ല, ഐഹിക ലോകം മുഴുവനും അതിലുള്ളതും ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ മാ കാന മിൻഹ ലില്ലാഹി അസ്സ വജല്ല,
ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതല്ലാത്തതൊക്കെ ശപിക്കപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നിസ്കരിച്ചു, ആ നിസ്കാരം ഞാൻ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലെങ്കിൽ അത് ശപിക്കപ്പെട്ടതാണ്. ഞാൻ ധർമ്മം ചെയ്തു, അത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല വേറെന്തോ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതും ശപിക്കപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാം ശപിക്കപ്പെട്ടതാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ള ശപിക്കാത്ത കാര്യങ്ങൾ എന്താ ഉണ്ടാകുക? എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് അപ്പുറത്ത് താല്പര്യമുണ്ടോ? വെറും അള്ളാഹനെ മാത്രം വിചാരിച്ച് ചെയ്യുന്നവർ എത്ര ഉണ്ടാവും? ഇതാണ് മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു, മുൻകാല മതപ്രഭാഷകരിലും ഉപദേശകരിൽപ്പെട്ടൊരു മഹാനാണ്. സാധാരണക്കാരനല്ല, സാധാരണ പണ്ഡിതനല്ല, ഉന്നതനായ ഒരു മഹാനാണ്. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. മൂപ്പർ സ്വപ്നത്തിൽ കണ്ടു ചില ആൾക്കാർ, നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന്. ഞാൻ അള്ളാഹിന്റെ മുമ്പിലെത്തി. അള്ളാഹിന്റെ മുമ്പിലെത്തിയപ്പോൾ അള്ളാഹു തആല എന്നോട് ചോദിച്ചു, മൻസൂർ അഞ്ഞ് എന്തുമായിട്ടാണ് വന്നത്? മൻസൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ചവനെ ഞാൻ 365 ഖത്തം തീർത്തിട്ടുണ്ട് എനിക്ക് വേണ്ടി. അള്ളാഹു പറഞ്ഞു, ഞാനായി ഒന്നും സ്വീകരിച്ചില്ല. വലിയ ഗമേല വന്ന് സുട്കേസിൽ എന്താ 365 ഖത്തുണ്ട്, എനിക്കിനി ഏരിയയിൽ ഇനി പോകാൻ എടുക്കാൻ നമുക്ക് വരുന്നത്. അങ്ങനെ അള്ളാഹ് കയറി എടുക്കാൻ വേണ്ടേ ഖത്തം കിട്ടാത്ത? അള്ള അങ്ങനെ താഴെ ചുറ്റിരിക്കുന്നല്ലോ. അള്ളാഹു പറഞ്ഞു, ഞാനതൊന്നും സ്വീകരിച്ചില്ല. വേറെന്താ എൻ്റെ ഉള്ളിൽ? കുറച്ചവനെ ഞാൻ 30 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിലൊന്നുപോലും ഞാൻ സ്വീകരിച്ചിട്ടില്ല അമ്മാറ്. ഇനി എന്താണ്? ഇനി ഒന്നുമില്ല. നമ്മക്ക് ഒരജ്ജ് പറയാനുണ്ടാവില്ല, ലില്ലായ്ക്ക് മാത്രം. നമ്മൾ ചെയ്തതിൽ വേറെ പല ലിയ്യത്തുണ്ടാവും, ആരാന്റെ മുതലും ഉണ്ടാവും. ഉമ്ര ചിലപ്പോൾ നമ്മൾ 60 100 ചെയ്തിട്ടുണ്ടാവും, പലവർക്ക് വായിക്കും, നമ്മളുണ്ടാവില്ല. പല നേരത്തും വെട്ടിപ്പെടുത്തിയിട്ടൊക്കെ ഉമ്ര ചെയ്യുക. അള്ളാഹനെ മുമ്പ് പോയിട്ട് ഇയാൾക്ക് അങ്ങനെയല്ല, ശുദ്ധമായ അമല് ചെയ്തതാണ്. പക്ഷെ അള്ള പറഞ്ഞു, എനിക്ക് ഏറ്റവും തിടുക്കൊന്നുമില്ല, എന്ത് ഹജ്ജ് കിട്ടാത്തതോ പത്തം കിട്ടാത്തതോ ഒന്നും ഞാനതൊന്നും സ്വീകരിച്ചു. ഇനി എന്താ എൻ്റെ ഉള്ളിൽ? ഉഗ്ര പറഞ്ഞു, പഠിച്ചവനെ ഞാൻ എന്നിലേക്ക് എന്നെയേക്ക് ഒന്നുമില്ല, ഞാനിപ്പോൾ ദരിദ്രനാണ്, ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഇനി ഞാൻ എന്നെയുമായിട്ട് ഞാൻ എന്നിലേക്ക് പോകും, ഞാൻ സ്വീകരിച്ച് ഇനി രക്ഷ പോയിക്കും എന്ന് പറഞ്ഞു. ഇതെല്ലാവരും വിലയിരുത്തി നോക്കണം. ഇങ്ങനെ അല്ല നമ്മളൊരു പരിശോധന ഹിസാബ് എന്ന് പറയും. വിചാരണയ്ക്ക് ഇരയാക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്ത് വെക്കാനുണ്ടാവും? എല്ലാവരും ആത്മപരിശോധന എടുത്ത് രാത്രി കിടക്കുമെന്ന് ചിന്തിച്ചു നോക്കാണ്ട് തലയാണെങ്കിൽ വെച്ചിട്ട് മേൽപോട്ട് നിന്നിട്ടു എന്തൊക്കെ അപ്പോൾ ഞാൻ ചെയ്തതിനൊക്കെ ലക്ഷ്യം എന്തായി? അതിലൊക്കെ ഉപയോഗിച്ച മുതലുകൾ എങ്ങനെ എന്ന് ചിന്തിച്ചു നോക്കുകയാണ്. എല്ലാം ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ നിന്ന് എഴുതി തള്ളേണ്ടതായി. അതിനാണ് എന്ത് വേണം പറയുന്നത്? ഹൃദയങ്ങൾ ശുദ്ധീകരിക്കണം. ഈ ശുദ്ധീകരിക്കേണ്ട വഴിയാണ് മഹാത്മാക്കൾ ഈ പഠിപ്പിക്കുന്നത്. അതിന് ചിലപ്പോൾ ശരീരത്തിന് നല്ല പീഡനങ്ങളൊക്കെ വേണ്ടി വരും. ദിക്റുകൾ ചെല്ലിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടോളൊന്നില്ല, സലാത്ത് ചെല്ലിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടോളൊന്നില്ല, ഇബാദത്തിൽ മുഴുകിയതുകൊണ്ട് രക്ഷപ്പെട്ടോളം. പഠിക്കേണ്ടത് പഠിക്കണം, ഒഴിക്കേണ്ടത് ഒഴിക്കണം, ചെയ്യേണ്ടത് ചെയ്യണം, സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് തടിൻ്റെ ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് നേരെ വിപരീതമായി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് ശുദ്ധീകരിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതിനുള്ള വഴിയാണ് എന്ത്? ആത്മശുദ്ധീകരണം എന്ന് നമ്മൾ പറയുന്നത്. അതിനുള്ള പേരാണ് അറബിയിൽ ധരിക്കുന്ന മഹാനായ. ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാരെയും ഉലമാക്കന്മാരെയും എല്ലാം നമ്മൾ കിട്ടാൻ അതിൻ്റെ അന്ന് അവസാനം എത്തിച്ചേരിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഅബരി റളിയല്ലാഹു, ഒന്നാമത്തെ സൈനുദ്ദീൻ മൂപ്പരാറിൻ്റെയൊക്കെ നമ്മുടെ ഈ ഇരുമിൻ്റെ ഈ രീതി കേരളത്തിൽ കൊണ്ടുവരുന്നു. മാലിക് റളിയല്ലാഹു എന്ന മുപ്പത് അനുയായികളും വന്ന് ദീനൊക്കെ സ്ഥാപിച്ചെങ്കിലും അതങ്ങനെ പോകുന്ന പിൽക്കാലത്തിൻ്റെ ഇരുമിൻ്റെ രൂപങ്ങളും ഈ രീതിയിലുള്ള പഠിപ്പിക്കലും പള്ളി ദിവസവും കാര്യങ്ങളും ഒക്കെ വരുത്തി തീർക്കുന്ന ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ റളിയല്ലാഹു. മൂപ്പര് മക്കയിൽ പോയിട്ട് അറേബ്യയിൽ പോയി ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു പഠിക്കും. മൂപ്പര് പഠിച്ചു വന്നുകൊണ്ട് പിന്നെ മൂപ്പര് പറയുന്നുണ്ടാക്കി നമുക്കിത് ചെയ്തു. കുറെ അത്യാവശ്യമൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മൂപ്പരുടെ സ്വന്തം മകൻ മൂപ്പരുണ്ടാക്കിയ അതിക്യ എന്ന ഗ്രന്ഥത്തിന് ഒരു ഹാശി എഴുതിയിട്ടുണ്ട്. ആ ഹാശിയിൽ മകൻ പറയാം, അങ്ങനെ വാപ്പ അത്യാവശ്യം ഇരുമ്പക്കായി ഇനിയിപ്പോൾ ഞാൻ എന്ത് വൈകാൻ വീഴേണ്ടത്, കൂടുതൽ വീഴേണ്ടത് എന്തിലേക്കാണെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അന്ന് രാത്രി സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു, ഒരു സ്ഥലത്തേക്ക് മുറിച്ചു കിടക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ നേരെ പുഴ മുറിച്ച് കിടന്നാൽ ലക്ഷ്യത്തിലെത്തൂല, വൈകി താഴോട്ട് പോയി പോകും. അതുകൊണ്ട് മുകൾ പോയിട്ട് നീന്തണം, എന്നാലേ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ മനക്കരുത്തോടുകൂടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കണം.
അതിൽ നിന്ന് മൂപ്പർക്ക് മനസ്സിലായത് ഫിഖ് അത്യാവശ്യത്തിനായിട്ടുണ്ട്. ഇനി കൂടുതലും ഒഴുകേണ്ട എന്തിനേക്കാണ് തസവൂഫുമായിട്ട് ബന്ധപ്പെട്ടതുള്ളത് ശുദ്ധീകരിച്ചിട്ട് ഇത് അള്ള സ്വീകരിക്കപ്പെടുന്ന രീതിയിലാക്കണം, ആ ഇൽമുമായിട്ട് ബന്ധപ്പെടണം എന്നാണ് ഈ സൂചന. അതിന്റെ ശേഷമാണ് മൂപ്പർ അവിക്ക എന്നുള്ള ഗ്രന്ഥം ഉണ്ടാക്കി. എന്നിട്ടും പറയുന്നു ഇബാദത്ത് ശരിപ്പെടുത്തുന്ന ഇൽമിനെ പഠിക്കണം. അഖീദത്തൻ വിശ്വാസ പ്രമാണം അത് ശരിപ്പെടുത്തുന്ന ഇൽമു പഠിക്കണം. മുസക്കിയൽ കൽബിസ്കുല ഹൃദയത്തിന്റെ ശുദ്ധീകരണം വരുത്തുന്ന അറിവും പഠിക്കണം. ആദത്തലാദത്തു ഈ 3 അറിവുകൾ ഫർദുആയിൻ വ്യക്തിപരമായ ബാധ്യതയാണ്. വൈരിഫൻ അതറിഞ്ഞോ വയമൽബിയ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ എന്നാൽ തഹസ്സുലിൽ നജാത്തം വയത്തിലേക്ക് രക്ഷയും ഔന്നിത്യവും ഇല്ലെങ്കിലോ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പിന്നീട് അതിന് ശേഷം മൂപ്പർ അതിൽ തന്നെ പറയുന്നു, ഇനി ഒരു ആലിമ അല്ലെങ്കിൽ മുത്തല്ലിം ഔഖത്തഅല്ലമ ഇൽമ ഫർദി കിഫായത്തി. ഇപ്പൊ പറഞ്ഞുകൊണ്ടാണ് ഇത് 3 മനസ്സിലാക്കൽ വ്യക്തിപരമായ ഫർദാണ്, ഓരോരുത്തർക്കും ഫർദാണ്. അതേ സമയത്ത് ഇപ്പോൾ ഇൽമുൽ ഫറായിദ് മുതലോലിക്കണിലും അതെല്ലാവർക്കും നിർബന്ധമല്ല. നാട്ടിലൊരാളുണ്ടാച്ചാൽ മതി, എല്ലാവരോടും അല്ല ചോദിക്കൂല, എന്താണ് നീ പഠിക്കാൻ ഇത് ചോദിക്കൂല. ഒരാളുണ്ടായാൽ ഇത് ചോദിക്കും, എന്താ എൻ്റെ അമൽ നീ ശരിയാക്കണ്ടില്ലേനോ, എനിക്കത് അറിയില്ലെങ്കിൽ ഞാൻ അറിയാവുന്ന ആളുമായിട്ട് ബന്ധപ്പെടേണ്ടില്ലേ, ഇത് പറഞ്ഞു കഴിഞ്ഞ. എന്നിട്ട് ഔഖത്തഅല്ലമ ഇൽമ ഫർദി കിഫായത്തി ഫർദ് അയിനായി ഈ ഇൽമു പഠിക്കാതെ ഫർദ് കിഫായയായിട്ടാണ് ഒരാൾ ബന്ധപ്പെടുന്നതെങ്കിൽ മിൻ ഖബ്ലി ഫർദില്ല ഇനി ഇൽമം വഖതല ഫർദ് അതിന് പഠിക്കുന്നതിന് മുമ്പ് അവന്റെ ആ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വ്യക്തമാവും ഓൻ്റെ ആ ഇൽമോട് ദേഷ്യം അള്ളാഹു അല്ല എന്നുള്ളത് ഓൻ്റെ ആ ജീവിതത്തിൽ നിന്ന് മനസ്സിലാവും. കാരണം എന്താ, ഓൻ്റെ സ്വന്തം അവര് രക്ഷപ്പെടുത്തുന്ന കാര്യം പഠിക്കാതെയാണ് മറ്റുള്ളവർ നന്നാക്കാൻ പോകുന്നത്. അത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ സാധാരണ നമ്മൾ പറയും പ്രവർത്തിക്കൊക്കെ മതി ജനങ്ങളെ കാര്യമാണ് പറയുക, പല വിഷയങ്ങളും. അപ്പോൾ വേറെ തോന്നുന്നു കബറിൽ ചെന്ന് ആദ്യം ചോദിക്കുക എന്താണ് അവൻ്റെ സ്ഥിതി, അതല്ല ചോദിക്കുക മൻ റബ്ബുക എൻ്റെ റബ്ബ് ആരാന്ന് ചോദിക്കുക. മറ്റവൻ്റെ കാര്യം അവസാനം അത് ചോദിക്കില്ല, ചോദിക്കുന്നത് ആദ്യം തൻ്റെ ഈമാനെ പറ്റിയാണ്. ഓരോരുത്തർക്കും അവനാന്റെ ഈമാനും അവനാന്റെ അമലും രക്ഷപ്പെടുത്തൽ നിർബന്ധം. ഇതാണ് മഹാനായ മഹദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇനി മഹാനായ റഹ്മത്തുള്ളാഹി ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവരുടെ സംഭവത്തിൽ കാണാം. അങ്ങനെ മൂപ്പരെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ശരീര മുജാഹദ, ശരീരത്തിനോട് പോരടിച്ചുകൊണ്ട് അമൽ ചെയ്ത മഹാനാണ്. ഇങ്ങനെ 25 ആണ്ടോളം ചുറ്റി നടന്നവർ ഇരി എന്ന ഏകൽ കേട്ടാരായിരുന്നു. 40 വർഷത്തോളം രാത്രി എടുത്ത ഒതുകൊണ്ട് ഇശാഖെടുത്ത ഒതുകൊണ്ട് സുബഹി നിസ്കരിച്ച ആളാ. സുബഹിക്ക് അതിനിടയിൽ ഒന്നും മുറിഞ്ഞില്ല. ഞാൻ മൂപ്പർക്ക് മാത്രമല്ല, അബൂ ഹനീഫയുമോ നമ്മളിപ്പോൾ മൂപ്പർ മധുരേ അറിയുള്ളൂ, ബാക്കിയുള്ള രഹസ്യ ജീവിതം പോലും നമ്മൾ അറിയുന്നില്ല. അപ്പൊ അങ്ങനത്തെ മൂപ്പർ പറയുന്ന ജനങ്ങളിൽ ഞാൻ നിസ്കരിച്ചത് കൊണ്ടോ എൻ്റെ നോമ്പ് കൊണ്ടോ ഇതൊന്നും കൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടു. സലാമത്തു സ്വദർ, എൻ്റെ ഹൃദയത്തിന്റെ രക്ഷ, ഹൃദയത്തിന്റെ എല്ലാ കറകളും തെളിഞ്ഞു. ആരോടും എനിക്ക് പകയും വിദേശവുമില്ല. എൻ്റെ ഉള്ളിൽ വേറെ അഴുക്കായ അള്ള ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം. തെറ്റേ ചെയ്തില്ല എന്ന് പറയില്ല, അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അക്കൂട്ട് അത്ര കീർച്ചങ്ങളും ആവും, അത് പറഞ്ഞോളന്നില്ല. അതുകൊണ്ടല്ല രക്ഷപ്പെട്ടത്. ഒരിക്കലും സഹാബാക്കൾ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, കാത്തുനിങ്ങളിപ്പോ സ്വർഗീയാവകാശിയെ ഒരാളിപ്പോ കടന്നിരുന്നു. അതിലെല്ലാവരും വളരെ ആവേശത്തോടെ ആരേക്കിപ്പത് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, സഹാബത്തിന്റെ സ്വഭാവമുണ്ട്. ഒരാളുടെ എന്തൊരു നന്മ ഉണ്ട് എന്ന് നബി പറഞ്ഞാൽ ജിജ്ഞാസ ഉണ്ടാവും, അയാൾ ചെയ്യണം എനിക്ക് ചെയ്യണം, എന്നാൽ ഞാൻ ആളെ പോലെ ആവുമല്ലോ. ഇങ്ങനെയാണ്. അപ്പൊ ഒരു ഗുരു ചെയ്യേണ്ട ഒരാളെ കുട്ടികൾക്കൊക്കെ ഒരു ജിജ്ഞാസ വരുത്തണം. സ്വർഗാവകാശികൾപ്പെട്ടതായ ഒരാൾ വരാൻ പോകും. എല്ലാവരും കാത്തു നോക്കുമ്പോൾ ജൂത പുരോഹിതനായ ആ ജൂതമതത്തിൽ നിന്ന് പൗരോഹിത്യമൊക്കെ വിട്ട് ഇസ്ലാമിലേക്ക് വന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മൂപ്പര് പറഞ്ഞിരുന്നു അറിയില്ല. കയറി അല്ലേ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നബി നിങ്ങളെ പറ്റി പറഞ്ഞു, നിങ്ങൾ സ്വർഗാവകാശി, നിങ്ങളൊക്കെ ചെയ്യുന്നതല്ലാണ് ഞാനും ചെയ്യുന്നത്. സലാമത്ത് സദറായിരിക്കും എൻ്റെ ഉള്ളിൽ കാണില്ല. അതല്ലാതെ പുറത്തെ ഒരു അമലുകളേക്കാൾ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയാനില്ല. ഹൃദയത്തിന്റെ അഴുക്കുകളും ദുസ്വഭാവങ്ങളും നിങ്ങൾ വിചാരിക്കേണ്ടപ്പോൾ ഹൃദയത്തിന്റെ ഒരു സ്വഭാവം തന്നെ ഏതോ ഒന്നിന് കണക്കൂട്ടണ്ട. ഓരോരുത്തർക്കും ഓരോന്നുണ്ടാകും. ചിലർക്ക് ഒന്നിലധികം ഉണ്ടാവും.
ഇതൊന്നും സ്വഭാവ ശുദ്ധി. അപ്പം ഇവർ പറയുന്നത് ഇപ്പം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിരുന്ന ആ സാധനത്തിനോട് ആൾ ഒരിക്കൽ ചോദിക്കുമ്പോൾ ആൾ പറയും. അപ്പൊ ഇവരൊക്കെ മനസ്സിലാവും നമ്മൾ ഈ ഉള്ളൊക്കെ വൃത്തിയാവണോ, അതിനപ്പം നബിയെ പഠിപ്പിച്ചത്. ഇനി മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മൂപ്പരെ അയ്യുവൽ പലതും തന്നെ ഒരാള് പണ്ഡിതനൊക്കെ ആയതിന്റെ ശേഷം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മൂപ്പരോട് ചോദിച്ചപ്പോ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരൊരു ഉപദേശം ചെയ്യാണ്, ഒരു കട്ട വാസ്തവത്തില്. അതിൽ മൂപ്പര് വിവരിക്കുന്നത് നമ്മളെല്ലാവരോടായിട്ട് പറയും എന്തെന്ന്, ഒരാളെ മരണപ്പെട്ടു മയ്യത്ത് കട്ടിലേക്ക് കയറ്റിവെച്ചാൽ കബറിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായി 40ഓളം ചോദ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മളിത് അറിയൂല, നമ്മൾ മരിച്ചെങ്കിൽ അറിയും, ഇപ്പം അറിയൂല, ഇപ്പം മരിച്ചവരെ അറിയൂ. റൂഹ് പിരിഞ്ഞതിന് ശേഷം ഈ ജനാസ കബറിലേക്ക് വെക്കുന്നതിന് മുമ്പായി 40 ചോദ്യങ്ങൾ ഓരോ മരണപ്പെട്ട മനുഷ്യനോടും അല്ലാഹു തആല ചോദിക്കും. അതിൽപ്പെട്ടൊരു ചോദ്യമാണ്, അല്ല മനുഷ്യ, ഈ ദിവസം എത്ര നേരം ജനങ്ങൾക്ക് വേണ്ടി ഭംഗിയായി ആൾക്കാർ കാണുന്ന വിചാരിച്ച് സേവക്ക് അന്നന്ന് ചെയ്ത് വീശൊക്കെ റെഡിയാക്കി പൊടിയിട്ട് അങ്ങനെ എല്ലാം ഓരോരുത്തർക്ക് എന്തെല്ലാം കഴിഞ്ഞ് അതൊക്കെ ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ വൃത്തിയാക്കി എനിക്ക് ചെലവുണ്ടതാ കൂറ എനിക്ക് പറ്റുമല്ലോ. ഞാൻ എൻ്റെ പുറത്തൊക്കെ എൻ്റെ മുഖത്തിലേക്കോ എൻ്റെ രൂപത്തിലേക്കോ ഞാൻ നോക്കിയില്ല, ഞാൻ നോക്കണ എൻ്റെ ഹൃദയത്തിലേക്കാ. ഇന്നെ ഈ യാതൊരു മൈൻഡ് ചെയ്തില്ലല്ലോ. എൻ്റെ വിചാരിച്ച് ഒരിക്കൽ പോലും എൻ്റെ ഉള്ളിൽ ഈ വൃത്തിയാക്കിയില്ല. എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്, ആർത്തിയും അസൂയയും അഹങ്കാരവും ദുരഭിമാനവും അങ്ങനെ എല്ലാ ദുസ്വഭാവങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് ഇന്ന മൈൻഡ് ചെയ്തില്ല, ഒരിക്കൽ പോലും എൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി വൃത്തിയാക്കിയില്ല. മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജോലി കാണുന്ന ഭാഗങ്ങൾക്ക് എത്ര വട്ടം ഈ വൃത്തിയാക്കി. എന്നിട്ട് എനിക്ക് ചോറിൻ്റെ അടുത്തും കൂറ് എനിക്ക് ചോറിലൂടെയല്ലേ എനിക്ക് ആയുസ് തരുന്നത് ഞാനാ. ഒരു നേരം എനിക്ക് ശ്വാസം മുട്ടിയാൽ ഓക്സിജൻ എത്ര പൈസ കൊടുക്കണം? 1 മണിക്കൂർ ഓക്സിജൻ കൊടുക്കണമെങ്കിൽ ഈ ചിന്തിച്ചോ, 24,000 ശ്വാസം എൻ്റെ ഭാഗം ഈ ദിവസം വലിക്കുന്നു. ഇത് ആരോട് ചോദിക്കും? എന്നോടും നിങ്ങളോടൊക്കെ ചോദിക്കണം. അപ്പൊ എന്ത് വേണം? ഈ രീതിയിൽ നമുക്കൊരു ബോധവും വേണം, നമ്മളെ കൽബ് ശുദ്ധിയാവുകയും വേണം. കുറെ അങ്ങനെ ചെല്ലുക കൂടുക പാടുക അങ്ങനെയൊന്നും ആയതുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം വൃത്തിയായിട്ട് സ്ഥാനത്തായിട്ട് വരണം. അതോടുകൂടെ പഠിക്കണം, അറിയാത്തതിന് അറിവുള്ളവരോട് ബന്ധപ്പെടണം. അതിനാ ഒരു സാധാരണ നമ്മളിപ്പോൾ ഒരു രോഗം വന്നാൽ വേഗം എവിടെയെങ്കിലും പീടിയെ പോയിട്ട് മരുന്നിന്റെ മദന്മാട്ടോ ഏതോ ഫോട്ടോ കണ്ട് മസിലുള്ള പോലുള്ള മരുന്ന് വാങ്ങി കുടിച്ചിട്ട് വരേണ്ടോ? അത് ഈ രോഗം മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറെ എടുത്ത് പോകണം. ഒരാളെത്തി കടിയാണ് കൊണ്ടുപോയിട്ട് ഇന്നത്തെ വേണ്ടി രോഗം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, എന്നിട്ട് അയാളെ ചികിത്സിക്കണം. അയാളാണ് ഹൃദയത്തിന്റെ ഡോക്ടർ, ആത്മീയ ഗുരു എന്ന് പറഞ്ഞു. അയാളെ മുന്നിലോട്ട് എടുക്കണം. അതാണ് ഇപ്പം മുരീദ് ശൈഖിന്റെ മുമ്പിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ മയ്യത്ത് കട്ടിൽ കുളിപ്പിക്കുന്ന ആളെ മുന്നിൽ എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ കിടന്നു കൊടുക്കണമെന്ന് കാണാൻ കിട്ടാവില്ല. അതിന്റെ അർത്ഥം എന്താ? കുളിപ്പിക്കുന്ന ആൾ മൂക്ക് കൈയിടും, മൂക്കൊക്കെ വൃത്തിയാക്കട്ടെ, മൂക്ക് തൊടരുത് അപ്പത്തോടെ കഴിയോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇത് വീഴാൻ കഴിയും എന്നതുപോലെ ഇവന്റെ ശരീരത്തിൽ എന്തെല്ലാം അഴുക്കാണോ ഉള്ളത്, എന്തൊക്കെയാ ചെയ്യേണ്ടത് ശേഖാട് തീരുമാനിക്കും. ആളപ്പം അറിയുമ്പോൾ ചെയ്യാനാവും, അവരിലേക്ക് തന്നെ വൃത്തിയാകുകയില്ല. ഇതാണ് പോലൊക്കെ സ്വഭാവത്തിൽ കാണാം. ഒരു കഥയിലുണ്ട്, അതൊക്കെ ഒരു പരീക്ഷണങ്ങളാ. മഹാനായ ആലുവായ അബൂബക്കർ കുരിഞ്ഞുമായി ഇവിടെ ഈ തിരൂർ ഏരിയയിലൂടെ വന്നപ്പോ മൂപ്പര് കുട്ടിപ്പറ 16-17 വയസ്സുള്ള സമയത്ത് ഇത് കാണാൻ പോയി. അപ്പൊ ദർശനം പോകുമ്പോ അതിന്റെ അർത്ഥം എന്താ? മഗ്‌രിബാകുമ്പോഴേക്ക് പള്ളിയിലെത്തണം, അതിനല്ലേ പോവുക, അതിൻ്റെ ഇടയിൽ ഒന്ന് കണ്ടു പോരുകയും വേണം. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, മഹാമാരത്ത് പോകുമ്പോൾ പരീക്ഷണമൊക്കെ ഉണ്ടാവട്ടോ, ഒത്തൊരു പോയാൽ മതി. അങ്ങനെ കുട്ടികളൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ കൊടുത്തോളൂ, ഇനിയൊക്കെ ഞാൻ ഇവിടെ ആവർത്തിക്കില്ല. അപ്പൊ സാന്ദർഭികമായിട്ട് എത്തിയപ്പോ ഒന്ന് പറയുന്ന മതി. പുസ്തകം വാങ്ങി വായിച്ചോളൂ, അതിൻ്റെ ഒരു അത്യാവശ്യ സംഭവങ്ങളൊക്കെ അതിന് എല്ലാം കൊടുത്തിട്ടൊന്നുമില്ല, ചില കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ ശൈഖ് ശിഷ്യനോട് പെരുമാറുമ്പോൾ എന്താ ഓരോ മനസ്സിലാവും, ഇയാളെന്താ അങ്ങനെ ആളെ മൈൻഡില്ലാണ്ട് വിലക്കാത്ത എന്നൊക്കെ തോന്നും. അപ്പോ കുട്ടികള് ഉസ്താദിനോട് പറഞ്ഞ് ഞങ്ങളൊന്ന് കോട്ടയം കഴിഞ്ഞപ്പോ അന്ന് മൂപ്പരുണ്ടാരും ഓഫീസിലാരും 16-17 വയസ്സുള്ള കുട്ടിയാണ്. ഞാൻ പോയിരുന്നില്ല, ഒരു പോയിക്കോട്ടെ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, പിന്നെ മാപ്പ് കടന്നോട്ടെ, നിങ്ങൾ പോയിക്കോളി. മാപ്പില്ലേ പിന്നെ ഞങ്ങൾ പോരില്ലാതെ. അങ്ങനെ ഇയാൾ ഇങ്ങനത്തെ ആൾക്കാരായിട്ട് പരിചയമുള്ളവരും വേണം. എന്നാ പിന്നെ പോയി വേഗം പോരി.
അങ്ങനെ പോയി. അവിടെ ചെന്ന് ലാസ്റ്റ് പറയാം കുറെ അനുഭവങ്ങളൊക്കെ ഉള്ളത് പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു. അവസാനം പറഞ്ഞ തങ്ങളെ ഇരിക്കി ആരോട് പറഞ്ഞു വാപ്പില് നിങ്ങൾ കൂടെ ഇരിക്കി മറ്റുള്ളൊക്കെ പോയിക്കോളിന്ന് പറഞ്ഞു. ഉസ്താദിനോട് പറഞ്ഞു കേട്ടെ, പള്ളിയിൽ ഉസ്താദിനോട് വാപ്പൊന്ന് വരൂല എന്ന് പറഞ്ഞേക്കാണ്. പിന്നെ അതിൻ്റെ അർത്ഥം ആടെ രാത്രി ചില ജിന്നിന്റെ ശല്യങ്ങൾ ഉണ്ടാവില്ല പള്ളി. അപ്പൊ മൂപ്പര് വാപ്പുസ്താദാണ് ഉണ്ടായെങ്കിൽ അത് കുട്ടിയാണ് ശല്യം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഉണ്ടാവും അന്ന് ഉസ്താദ് നാട്ടിൽ പോരാ പോലെ പള്ളിയിലത്തെ ഉസ്താദ്. അതിനാ പറഞ്ഞ എന്തിനിപ്പോൾ അവിടെ വെക്കേണ്ട, വാപ്പൊന്നും വരൂല, ഉസ്താദ് വരെ പോണോ പോയിക്കോട്ടെ. ആ കാലത്ത് വായിക്കാൻ കഴിഞ്ഞു. ആയുവായിക്ക് പോക്കാ എല്ലാം ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ ആ പോക്ക് 51 ദിവസം ഇന്ന് ഉച്ച ദിവസം പള്ളി ദർശനത്തിന് പോയിട്ട് വൈകുന്നേരം ആവുമ്പോൾ ദർശനത്തിലെത്താൻ പോയ കുട്ടിയാണ്. 51 ദിവസം പേര് കൂടാട്ടുണ്ട്. ഞാൻ പറയും എനിക്ക് അങ്ങൊന്ന് പോണ്ടി, ഞാൻ വാപ്പരോട് പറഞ്ഞില്ല, പൊരക്കാർ സാധനം വാങ്ങിയില്ല, ഇങ്ങനെ ഇതെല്ലാം വിതറാ പറയാൻ 5-6 മണിക്കൂർ കൂടെ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ അള്ളാനെ കിട്ടുക? ആഹാരം വിജയിക്കാനും അള്ളാനെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആത്മീയ ഗുരുവായിട്ട് ബന്ധപ്പെടുന്നത്. അതിന്റെ സ്ഥിതിയാണ്. ഇനിവിടെ നിന്നു എന്നിട്ട് മൂപ്പരിനോട് പറഞ്ഞതാ, അങ്ങനെ കൂടെ അങ്ങനെ അടുക്കന്നെ, ഇങ്ങനെ കവലേക്കൂടെ പള്ളിയിലൊന്നുമല്ല, കവലേക്കൂടെ കയ്യിലിങ്ങനെ ചുറ്റിച്ച് നടക്കുക. എന്നിട്ട് ഉള്ളൊക്കെ ഇങ്ങനെ കേട് എന്ത് ചെയ്യണോ, ഇങ്ങനെ കിമിറിയിട്ട് മടത്തിട്ട് ഇങ്ങനെ ഡെഫ്സ് ഇങ്ങനെ മരിക്കണം, അമ്മാറത്തും വിസുവാലും. അപ്പോ മൂപ്പര് ഇയാൾ സാധു കൂടിയിരിക്കലുണ്ട്, എറ്റാളും മരിക്കും. മൂപ്പര് എടുത്തിക്കണ പെരക്കിനെ ശരിയില്ലല്ലോ എന്ന് വിചാരിച്ചു ഇടക്കുകൾക്ക് ചിലപ്പോൾ അയാളങ്ങ് പോകണ നേരം എല്ലാം തീപ്പെട്ടിട്ട് പിടിപ്പിച്ചിട്ട് വരയ്ക്കുമ്പോഴേക്ക് വന്നിട്ട് അത് ഇവിടെ പിടിക്കും. മൂപ്പര് വലിച്ചതിന്റെ പോയി അങ്ങനെ വരയ്ക്കും. രാത്രി ബാലടപ്പുഴന്റെ പക്കത്ത് കിടത്തി രാത്രി മണല് അവിടെ മുട്ടിച്ച് ആ കടന്നതാണ്. ഇപ്പുറത്ത് മൂപ്പരും കടന്നു. മെറ്റാക്ക് അറിയാം മൂപ്പര് സ്വഭാവമൊക്കെ. എടുത്തെടുത്ത് നോക്കി ഇയാൾ ഇവിടെ ഉണ്ടോ, അത് കടത്തിയിട്ട് മൂപ്പര് പോകും വേറെങ്കിലും. അങ്ങനെ ആ കടത്തിയതിൻ്റെ ഇടയിൽ പറയും പുകലിട്ടുണ്ട്, പാതിരി അപ്പോൾ മാട്ടുമെന്ന് കടന്ന് പുകലിട്ടാനാ. ഇതൊക്കെയാണ് ഷേഫ് പരീക്ഷിക്കുക. അവൻ ദേഷ്യം പിടിക്കും, നിങ്ങൾ അടങ്ങിയായിട്ട് അറിഞ്ഞോളൂ, ഇപ്പൊ പുകല നാളെ 10 വീഡിയോ വെക്കട്ടെ, അങ്ങനെ നമ്മൾ പറയും. ഇത് മൂപ്പർക്കും പുകലന്റെ ആവശ്യമില്ല, തന്നെ പഠിപ്പിക്കാണ്. മൂപ്പരവിടെ പോയിട്ട് ഒരു ചെറുമീൻ്റെ ചെറ്റക്ക് കുട്ടി അങ്ങനെ ഒരാളുണ്ട് അന്നേസം പുകലിട്ടി കൊടുത്ത് ആ മൂപ്പർ എന്തും ചെയ്തു. പിറ്റേന്ന് മൂപ്പരുണ്ടാക്കി ഇനി അന്തി ചോദിച്ചാൽ ബുദ്ധിമുട്ടാക്കാറിലേക്ക് മൂപ്പര് രസം വാങ്ങി കയ്യിൽ വെച്ച്. അപ്പൊ പുകലൊക്കെ ഇതിന് ആവശ്യമില്ല, കാരണം പുകലിന്റെ കോളല്ലത്, ഇത് ആളെ നന്നാക്കാണ്. ഇങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. അപ്പൊ നിസ്കരിച്ചത് കൊണ്ട് മാത്രം നന്നായിക്കോണമെന്നില്ല, ദിക്ർ ചെല്ലുകൊണ്ട് ഇത് ആത്മീയ ഗുരു തീരുമാനിക്കണം. എന്നിട്ടാണ് അതിന് തോന്നാൻ ആളെ കിട്ടൂല. എല്ലാം കൂടുതൽ ആൾക്കാരെയും ഇത്, കാരണം അവനാന്റെ ജീവിതത്തിന്റെ നേരെ വിപരീതമായൊരു സ്വഭാവമാണ് ഇന്നാണ്. ബനി ഇസ്രായേലിൽ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ അടുക്കൽ 70ഓളം പെട്ടികളുണ്ട് ഇരുമ്പിന്റെ. ഓരോ പെട്ടി 70 മുഴ, അങ്ങനത്തെ 70 പെട്ടി നിറച്ചും ഇരുമ്പുണ്ടായിരുന്നു. ഇത് ഹദീസ, ദൈനമി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പം അയാള് ആ പെട്ടിയുള്ള ഇരുമ്പൊക്കെയായിട്ട് നിൽക്കണമെന്ന് അല്ലാഹു തആല ആ കാലഘട്ടത്തിൽപ്പെട്ട നബിക്ക് വഴിയറിയിച്ചു. വഴിയറിയിച്ചു ഓനോട് പറഞ്ഞേക്കണ ആലിമിനോ, അതിന്റെ ആ പെട്ടിയിലുള്ള ഇരുമ്പൊന്നും 70 മുഴയുള്ള ഓരോ പെട്ടി, അങ്ങനത്തെ 70 പെട്ടി ഇരുമ്പുണ്ടായാൽ അതൊന്നും എനിക്ക് ഫലം ചെയ്യൂല. 3 കാര്യം നിന്റെ ഉണ്ടാവുന്ന കാര്യത്തിൽ, ഒന്ന് ഭൗതിക ലോകത്തിനോടും അതിലുള്ള കാര്യത്തിനോടുള്ള താല്പര്യം ഹൃദയത്തിലുള്ള കാലത്തോടും എൻ്റെ അയിമ എനിക്ക് ഫലം ചെയ്യൂല. ഭൗതികം പറഞ്ഞാൽ സമ്പത്ത് എന്ന് മാത്രം വെക്കണ്ട, എനിക്ക് ജനങ്ങളിടയിൽ ലീഡർഷിപ്പ് വേണം, അത് ദുനിയാവാം. ഞാനൊരു സെക്രട്ടറി ആയി കിട്ടണം, അല്ലെങ്കിൽ നാട്ടിലെ മുത്തവല്ലിയായി മാറണം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ നേതാവാകണം, അല്ലെങ്കിൽ നാട്ടിലൊരു ആദിസ്ഥാനം കിട്ടണം. ഇതൊക്കെ കൂടുകയും ഐഹികമായിട്ട് എന്ത് സ്ഥാനമാനങ്ങളാണോ സമ്പത്താണോ ഉദ്ദേശം, അതുള്ള കാലത്തോളം എൻ്റെ ഈ ഇൽമൊന്നും എനിക്ക് ഫലം ചെയ്യൂല. രണ്ടാമത്തെ മുറാഫഖത്തു ശൈത്താനി, പിശാചിനോട് കൂട്ടുവെക്കാനാണ്. പിശാച് പറയുന്ന ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇനി ചെയ്യാം. ആ ചെയ്യുന്നതിലൂടെ എനിക്ക് ഇരുന്നതായിട്ട് എന്താ കാര്യം, ഇനി പഠിച്ച ഇൽമിന്റെ നേരെ വിപരീത. ഇപ്പൊ മറ്റോ വീപ്പത്ത് തരാൻ നിൽക്കുക, നമ്മള് വീട്ടിൽ പോലെ നമുക്ക് നമ്മളെ ഒപ്പ് വെച്ചാൽ മതി, പിന്നെ മറ്റൊന്നും പറയാം. അങ്ങനെയുണ്ട് ഇസ്ലാമിൽ. അതാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ ദ്രോഹിക്കാം, ഒരു മുസ്ലിമിനെ ഈ 3 സ്വഭാവം നിലയിലുള്ള കാലത്തോളം എൻ്റെ ആ പെട്ടിയിലുള്ള ഇന്നൊന്നും എനിക്ക് ഫലം ചെയ്യൂല എന്ന് ഓനോട് ചെന്ന് പറയണമെന്ന് അക്കാലഘട്ടത്തിലെ പ്രവാചകങ്ങൾ അല്ലാഹു തആല വഴി അറിയിച്ചു. നിങ്ങൾ നോക്കി, ഇതൊക്കെ നമ്മളെ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 24 മണിക്കൂറിനിടയിൽ
എന്നെ കൊണ്ടൊരു മൂമിനായ മനുഷ്യന് എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവർത്തനം കൊണ്ടോ എൻ്റെ സ്വഭാവം കൊണ്ടോ ബുദ്ധിമുട്ടുണ്ടോ നോക്കി ഒക്കെ നോക്കണം. ഇതൊക്കെ നോക്കി സൂക്ഷിച്ചെങ്കിൽ അതാ തക്കുവാന്ന് പറഞ്ഞാൽ അഞ്ചോത്ത് നിസ്കരിക്കാമെന്ന് അല്ലേനർത്ഥം. എല്ലാ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും സൂക്ഷിക്കണം. മാ അൽഹാക്ക അമ്മൗലാക്ക, എൻ്റെ യജമാനനായ റബ്ബിനെയും വിട്ട് എന്നെ ജോലിയാക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെ പോകും ദുന്യാക്ക, എൻ്റെ ദുന്യാവാണ്. ഊഹുൽ ബയാൻ ഊഹുൽ ബയാനിൽ പറയുന്നത് അള്ളാഹുവിനെയും വിട്ട് എന്നെ ഹൃദയത്തിനെ ജോലിയാക്കുന്ന മക്കളാട്ടെ, പെണ്ണാവട്ടെ, മണ്ണാവട്ടെ, ഇനി എന്ത് കാര്യങ്ങൾ അതൊക്കെയും പോകും ദുന്യാക്ക, എൻ്റെ ദുന്യാവാണ്. എന്നാ പിന്നെ ദുന്യാവ് വേണ്ടേ? വേണോ? ആഖിറത്തിന് സഹായമാവുന്ന രീതിയിലുള്ള ചെയ്തോളാം അള്ളാഹ് പറഞ്ഞു. അത് അള്ളാഹുവിനെ വിട്ട് അതിനെയും വിട്ട് അള്ളാഹിനെ മറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ചെയ്യുകയാണെങ്കിൽ അത് മണ്ണായാലും പെണ്ണായാലും സമ്പത്തായാലും ജോലിയായാലും ഒക്കെ ചെയ്ത് പോകും ദുന്യാക്കാരൻ്റെ ദുന്യാവാം. പറഞ്ഞില്ലേ, ലാത്തുല്ലിക്കും അമ്പാലുക്കും, വിശ്വാസികളെ നിങ്ങളുടെ ജോലിയാക്കരുത്, ആന്തിക്കില്ല. അള്ളാഹിന്റെ സ്മരണയും വിട്ട് അമ്പാലുക്കും വലാവിലാതിക്കും, നിങ്ങളുടെ സമ്പത്തുക്കളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളെ ജോലിയാക്കരുത്. ഇനി ജോലിയാലും ശരി, വേറെ എന്ത് കാര്യമായാലും ശരി, അള്ളാഹിന്റെ സ്മരണയും വിട്ട് നിങ്ങളെ ജോലിയാക്കരുത്. ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് വേണം? നമുക്ക് ഇതൊന്നും ചെയ്താൽ പോലെ ശുദ്ധിയാവണം. അതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് മൂപ്പര് റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്ന സമയത്ത് നബിന്റെ കൂടെ ഉള്ളൊരു കുട്ടിയാണ്. 7-8 വയസ്സുള്ള ഒരു കുട്ടിയാണ്, 10 വയസ്സിന്റെ താഴെ. അന്ന് തന്നെ വഹി കിട്ടി. നബി നിസ്കാരം ഫർളായിട്ടില്ലെങ്കിലും നബി അല്ലാത്ത നിസ്കാരം 2 റക്അത്തൊക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ നിസ്കാരം ആദ്യമായിട്ട് നിസ്കരിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ. ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്ത് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹക്കാണ് ഒതു പഠിപ്പിച്ചു കൊടുത്ത് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്ത് നിസ്കരിക്കുന്നത്. പിന്നെ അതിന്റെ ശേഷം കൂടെ നിസ്കരിച്ച കുട്ടിയാണ് അലി റളിയല്ലാഹു അൻഹു. അന്ന് മുതൽക്ക് നബിന്റെ ഒപ്പം കൂടി അയക്കാമ്പോഴും നിസ്കാരങ്ങളും നോമ്പോഴും കാര്യങ്ങളൊക്കെ പഠിച്ചാളാണ്. എന്നിട്ട് ആ അലി റളിയല്ലാഹു അൻഹു അവസാനം റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, ദുല്ലനി യാ റസൂലല്ലാഹ്, തിരുവുതരെ എനിക്കൊന്ന് അറിയിച്ചു തരുന്നതല്ല, അത്ര തൂക്കിയില്ല, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തൊരു വഴി പറഞ്ഞത്. പിന്നെ എന്താ പഠിക്കാനുള്ളത്? നിസ്കാരം നോമ്പ് ശരീരത്തിന്റെ കാര്യങ്ങളിൽ ആയിലായില്ലൊക്കെ പഠിച്ചു എന്നല്ല, കുട്ടിപ്രായത്തിൽ പഠിച്ചു വലുതായി. ഇനി എന്താ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു? അത് പോരാനല്ല ഇതിനർത്ഥം. ദുല്ലനി, എനിക്ക് നിങ്ങൾ അറിയിച്ചു തരണമെന്ന് എല്ലാ ആക്രമി തൂക്കി അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തൊരു വഴി, അസ്ഹലിയായ ഇബാദില്ല, അള്ളാഹിന്റെ അടിമകൾക്ക് ഏറ്റവും ലളിതമായതുമായൊരു വഴി നിങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ആളുടെ നബി പറഞ്ഞു കൊടുക്കണം എന്താ? അത് ഞാൻ പഠിപ്പിച്ചത്. ഇരുന്നു കണ്ണടക്ക്, കണ്ണടക്ക്, ഞാൻ ചെല്ലുന്നത് ശ്രദ്ധിക്കും, എന്നിട്ട് അതുപോലെ നീ ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ള കണ്ണടച്ചുകൊണ്ട് 3 വട്ടം ചൊല്ലിക്കൊടുത്തു. അത് ഏറ്റുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ചെയ്തു. തൽക്കീനിന്റെയും ബയ്യത്തിന്റെയും ഒക്കെ ആദ്യത്തെ ഒരു വഴിയുണ്ട്, ഏൽപ്പെട്ട ഒരു വഴിയാണ്. ഞാൻ വിഭാഗം പറയാനുള്ള കാരണം ത്വരീഖ് എന്ന് പറഞ്ഞാൽ അർത്ഥത. സാധാരണ ശരീരത്തിന്റെ ആ രൂപങ്ങൾ മാത്രം പോലെ അത് സ്വഹിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി വേണം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഇത്രയും ആയതിന്റെ ശേഷം ദുല്ലനി അലാ അക്രമി തൂക്കി നബി അള്ളാഹിലേക്ക് ഏറ്റവും അടുത്ത് വഴി പഠിപ്പിച്ചു എന്ന് പറയാനുള്ള കാരണം. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇനി എത്രയോ ഉണ്ട്, അത് ഒറ്റക്കുള്ളതാണ്. കൂട്ടായിട്ട് സഹാബാക്കൾ ചോദിച്ചു. ഇനി അല്ലാതെ എനിക്ക് സുവാര്യമായിട്ട് ചെറിയ കുട്ടിയൊക്കെ പറ്റുമെന്ന് ചോദിക്കും. ഇളന്നാണ്ട് കുട്ടിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരേറ്റവും ഔലിയാക്കാന്നല്ല, ഓൾക്ക് അതിനുള്ളൊരു പക്വത വരുത്താൻ വേണ്ടി അതിലേക്ക് ഞാൻ ഇപ്പം കുട്ടിയോട് പറയുമ്പോൾ പൂർവ്വതാതെ കുമ്പിസ്വല, നിങ്ങൾ കുട്ടിയോട് 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ പറയണം. 7 വയസ്സായ കുട്ടി നിസ്കാരം നോക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ 7 വയസ്സ് നിസ്കരിക്കാൻ പറയുന്നത്? ഓൻ ആ നിസ്കാരം ഇരുന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ചെയ്യട്ടെ. എന്നതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ ഇവരൊക്കെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ഓരോടൊക്കെ റസൂലുള്ളാഹി അങ്ങനെ ബയ്യത്ത് ചെയ്ത് തേലിയിൽ എല്ലി കൊടുത്തിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കണം. അതില്ലാഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയും. ഒരാളെത്ര വലുതായിട്ടും കാര്യമില്ല. ഈ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ അഹ്മദ് ബിൻ ഹംബൽ സാധാരണ ഒരു ഇമാമല്ല. അള്ളാഹുവിനൊക്കെ നിരവധി പ്രാവശ്യം ഉൾക്കണ്ടുകൊണ്ട് കാണുകയും അള്ളാഹുവിനോട് സംസാരിക്കുകയും ചെയ്ത ആളാണ് അഹ്മദ് ബിൻ ഹംബൽ ഇവരെന്നെ പറയുന്ന റായിത്തു റബ്ബൽ ഇസ്സ, അള്ളാഹിനെ ഞാൻ കണ്ടു, പഠിച്ചവനെ ഞാൻ ചോദിച്ചു ഒരിക്കലും.
കുറെ ഘട്ടം കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാനും കിട്ടിയില്ല. പിന്നെ ഞാൻ ഏരി കാണാനാണ് ചോദിക്കണം. കണ്ടു നിങ്ങൾ എത്തക്കറബിയിലേക്ക് എന്നിലേക്ക് അടുക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് എന്നിലേക്ക് അടുക്കുക എന്ന് ഞാൻ ചോദിച്ചു എന്ന് കാണാൻ ഉപ്പർ ഹദീസിൽ പറഞ്ഞതായിട്ട് ഇങ്ങനെ. അത്രയും ഉന്നതനായ മഹാൻ മരണപ്പെടാൻ വേണ്ടി സക്രാത്തിൽ കിടക്കുമ്പോൾ തന്റെ പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആതേകുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലുന്നു ലാ എന്ന് ആരും അഹ്മദിനെ. അപ്പൊ മോന് വലിയ വിഷമ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു മഹാനായ ദീനിന്റെ ഒരു ഭാഗമായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് മരിക്കുന്നേരം കരിമ ചൊല്ലി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ബാപ്പക്ക് ഇങ്ങനെ തെളിഞ്ഞു. സക്കറാത്തുനിന്ന് നീ അല്ല ബാപ്പ നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വന്നിട്ട് നിങ്ങളില്ലാന്ന് പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞല്ലേ ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയുന്ന ആ സമയത്ത് ഇബ്ലീസിന്റെ അടുത്ത് വന്നു. ഇബ്ലീസിനോട് പറഞ്ഞു അല്ല അന്നതെ കാലം വരെ ഞാൻ എൻ്റെ പേര് കൂടിയിട്ട് നീ എന്നെ തോൽപ്പിച്ച് ഞാൻ എന്നെ തോൽപ്പിച്ച് എന്ന് പറയാനായില്ല. നിന്റെ റൂഹ് ഈമാനോടുകൂടെ പിരിഞ്ഞെങ്കിലേ ഞാൻ രക്ഷപ്പെട്ടു അന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെ ഇബ്ലീസ് ആയിക്കോടൊന്ന് സ്വീപ്പാക്കാൻ നോക്കിയത് അങ്ങനെയാണ്. നീ ഇങ്ങോട്ട് വടിമ കയറിയിട്ട് ഇങ്ങോട്ട് വെക്കും അങ്ങനെ ഇതുവരെ വേപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഇല്ലാത്ത ആളാമതെ എനിക്ക് വരെ തോൽപ്പിക്കാം. അപ്പൊ ഞങ്ങൾ ചെല്ലുകൂടെ ചീർക്കും. ഞാനെന്താ കേട്ടി അപ്പൊ അതിന് മുകളിൽ കിട്ടും. അതിന് അവസാനത്തെ കെടി വെച്ചതാണ് ആ ഇബ്ലീസ്. ഇങ്ങനെ അഹമ്മദെ പിന്നെ ഇനി എന്നെ തോൽപ്പിച്ചു, എനിക്ക് ഇനി നഷ്ടപ്പെട്ടു, എന്നെ പരാജയപ്പെടുത്താൻ എനിക്കായില്ല. അപ്പൊ പറഞ്ഞില്ല ആയില്ല, ഞാൻ ഈമാനോടുകൂടെ റൂഹായിട്ട് പിരിഞ്ഞെങ്കിലേ നീ രക്ഷപ്പെട്ടു എന്ന് പറയാനായുള്ളൂ, അല്ലെ എന്റെ ഗണിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞ വാക്കാ മോനെ ഇനി കേട്ടത്. ഞാൻ എന്നെ നിഷേധിച്ചതല്ല. ഇത്രയും വലിയൊരു ഇമാമിനിക്ക് മരണസമയത്ത് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള നമ്മളൊക്കെ ആൾക്കാരെ സ്ഥിതി എന്താ? നമ്മളെ ഉസ്താദിന്റെ മസായഹന്മാരിൽപ്പെട്ട താനൂർ അബ്ദുൽ ഖാദിർ ശൈഖ് റളിയല്ലാഹു തിരൂരങ്ങാടിയൊക്കെ ഇറക്കപ്പെട്ട ചില ചരിത്രത്തിൽ കാണാം. ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു തിരൂരങ്ങാടിയിൽ വെച്ചുകൊണ്ട് മരണത്തിന്റെ സക്കറാത്ത് വന്ന സമയത്ത് പറഞ്ഞു, എന്റെ വാപ്പയും കാക്കയും വിളിക്കുന്നുണ്ട്, എനിക്കിപ്പോ മരണത്തിന്റെ സക്കറാത്തിലാണ്, ഇബ്ലീസ് വന്നുകൊണ്ട് വല്ലാതെ ശല്യം ചെയ്യണം, ആയിക്കോട്ടെ ഇനി ഉടനെ എന്റെ വാപ്പന്റെ അടുത്ത് എത്തിക്കണം. വാപ്പ എന്ന് പറഞ്ഞാൽ താനൂർ ശൈഖ് അബ്ദുർ റഹ്മാൻ ലക്ഷപ്പം തീരുകയോ വാപ്പ ജസദിയ വാപ്പ എന്നുള്ളതിന് പുറമെ റൂഹിയായിട്ട് വാപ്പയായിട്ട് കണ്ടതാണ് മോനെ വാപ്പ. അത് അപ്പൊ കൊണ്ട് ചെയ്തത് വെറും തടിന്റെ വാപ്പ ആയതുകൊണ്ട് ഉണങ്ങിട്ടൂല. അപ്പൊ വാപ്പ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്റെ ആത്മീയ ഗുരുവാണ് പിതാ. അപ്പൊ പറഞ്ഞതാ വാപ്പ വിളിക്കുന്നുണ്ട്, ആയിക്കോട്ടെ ഇനി ഉടനെ അങ്ങോട്ട് എത്തിക്കണോ. അങ്ങനെ പോയി. അപ്പൊ പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് കാരണന്മാർ അല്ലെങ്കിൽ എത്ര സമയത്ത് നിങ്ങളോട് നിങ്ങളൊക്കെ അങ്ങനെ അവിടെ കൊണ്ടു വെക്കൂലല്ലോ, അന്ന് പറ്റൂല, എനിക്ക് വാപ്പ വിളിക്കുന്നുണ്ട്, ഏട്ടനും വിളിക്കുന്നുണ്ട്, അപ്പൊ അങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ എന്നെ കൊണ്ടുപോയി. അവിടെ എത്തിയതിന് ശേഷം കുറച്ച് തെളിഞ്ഞ സമയത്ത് മൂപ്പർ പറഞ്ഞു, ഇന്ത്യയിൽ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മൂപ്പർ കൊണ്ടുപോകുന്ന വഴിയുണ്ട്. ആ വഴി അങ്ങനെയാണ് മസായികന്മാർ ഒരു സമയമാകുമ്പോൾ അത് ആരെങ്കിലും ഒക്കെ ഏൽപ്പിക്കുകയെ അല്ലെ അങ്ങനെ ഏൽപ്പനകൾ നടക്കും ബാത്തിനായിട്ട് എനിക്ക് അതങ്ങനെ നടന്നു പോയിക്കുന്നത്. ഇനി കുങ്കക്കാർക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് അമലൊന്നുമില്ല ചില ചരിത്രത്തിലേക്ക്. അങ്ങനെയല്ല, അമലില്ലായല്ല, അമലൊക്കെ ഉണ്ട്. പക്ഷെ മൂപ്പർ പറഞ്ഞതാണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് കുങ്കക്ക് തരാനൊന്നുമില്ല, അത് ഞാൻ ഏൽപ്പിക്കപ്പെട്ടു. പിന്നെ എന്നാലും നിങ്ങൾ ചെയ്യുന്നു ബറക്കത്തിന്റെ ഷെയ്ഖ്മാർ തന്നെ നിങ്ങളൊന്ന് ബന്ധപ്പെടണം, മരിക്കുന്ന നേരങ്ങൾക്ക് ഫലം ചെയ്യും. എന്നാൽ മൂപ്പർ അനുഭവിച്ചപ്പോ ഷെയ്ഖുണ്ടായ ഗുണം ഈമാൻ ഉരിപ്പോളത്തോട്ട് വാ. ഇപ്പൊ സ്വന്തം ഷെയ്ഖുകാരി ഷെയ്ഖ് അബ്ദുർ റഹ്മാൻ നക്ഷബന്തി മൂപ്പറാണെങ്കിൽ ഊര് വിടന്നോ ഇബ്ലീസിനെ ഞാൻ നോക്കിയോളാം. ഇതിങ്ങനെ ഒരാളാണ് ഉണ്ടായിട്ടാണ്. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നൊരു മഹാനാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു. തഫ്സീറൊക്കെ ഉള്ള ഫഖ്റുദ്ദീൻ റാസി, ആ റാസി റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിയാൽ ഇബ്നു അറബി റളിയല്ലാഹു കത്തിന്റെ ചുരുക്കം, നീ ഇൽമിലൊക്കെ അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഏത് ഇൽമാരും വേണ്ടിയില്ല. അന്ന് മൂപ്പര് വൈദ്യശാസ്ത്രം എല്ലാ ശാസ്ത്രത്തിലും നല്ല വിദഗ്ധതയുള്ള ആളാണ് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു. അപ്പം മൂപ്പർ അങ്ങോട്ട് എഴുതി, ഇങ്ങനെ ഇൽമക്കായിട്ട് ജോലിയായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് ഏതൊരു മസ്സറങ്ങി എതിരായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നഹ്വിന്റെ മസ്സരം കുറെ കാലം കഴിഞ്ഞപ്പോൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി. ഇവർ മനസ്സിലാക്കിച്ച് മുത്തതൊക്കെ റഫാണ് നെസ്ബാൻ മനസ്സിലാക്കിയതൊക്കെ ഒരു ഉദാഹരണം. കുറെ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി എനിക്ക് അതിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായപ്പോൾ എത്രയോ പ്രാവശ്യം നീ ഖേദിച്ചു എന്നുള്ള വിവരയ്ക്ക് എത്തി. അതുപോലെ ഇനി മരിച്ചാൽ ചിലപ്പോൾ ഖേദിക്കും. ഇവിടുന്ന് ഇപ്പൊ ഇനി ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് മനസ്സിലാക്കിയ കാര്യം, നാളെ മരണശേഷം ചിലപ്പോൾ എനിക്ക് ബോധ്യപ്പെടും ഇതല്ലോ വെറുതെ എനിക്ക് നഷ്ടപ്പെട്ടു, അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി മരിച്ച് കബറിലേക്ക് പോകണം, എൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന കൂടി ജോലി ആയിരിക്കും.
എന്തുകൊണ്ട് ജോലിയാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ കൂടെ എൻ്റെ സ്വാരി അമലുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ജോലിയായിട്ടോട് പറഞ്ഞു. ഫഖറുദ്ദീൻ റാസിനോട് ഇബ്നു അറബിയോട് കത്ത് കിട്ടി. മൂപ്പർക്ക് അങ്ങനെ ചിലർക്ക് ഉപദേശം അള്ളാനെ തോപ്പിക്കൊണ്ടവർ പറഞ്ഞു ചെയ്യും. മൂപ്പര് വന്ന് മഹാനായ ഇബ്നു അറബി റളിയല്ലാഹുവിനുമായിട്ട് തുടർന്നു. മൂപ്പരെ ശിഷ്യനായി മാറി. അവസാനം ഇബ്നു അറബി ഉള്ളത് സിറിയയിലാണ്. ഇന്നത്തെ സിറിയ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സിറിയ. ഫഖറുദ്ദീൻ റാസിയുള്ള ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ്. മൂപ്പര് ഇറാൻകാരനാണ്. ഇറാൻ മൂപ്പരിപ്പോൾ ഉള്ളത് ഇറാഖ് എന്ന് പറയുന്ന അഫ്ഗാനിലാണ്. അവിടെ കടന്നാണ് മരിക്കുന്നത്. അപ്പം ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഷാമിൽ വെച്ചുകൊണ്ട്, ഇന്നത്തെ സിറിയയിൽ വെച്ചുകൊണ്ട് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോൾ നിസ്കാരത്തിനിടെ മൂപ്പര് കാലോട് ഒറ്റ തട്ട്. മൗമൂമികളൊന്നും മനസ്സിലായില്ല. നിസ്കാരം കഴിഞ്ഞു ചോദിച്ചാൽ എന്താ എന്തെങ്കിലും നിസ്കാരത്തിനിടെ കാലോട് തട്ടിട്ട് എൻ്റെ ശിഷ്യൻ ഫഖറുദ്ദീൻ റാസി മരിക്കാൻ കിടക്കും. ഇബ്ലീസ് വന്നിട്ട് മൂപ്പരോട് ചോദിച്ചു, ഒരു 30 വാല്യുള്ള തഫ്സീറൊക്കെ ഉണ്ടാക്കിയ അല്ല ഒരുവനാണല്ലോ, എനിക്ക് എന്ത് തെളിവാളൂ? മൂപ്പര് ബുദ്ധിയില്ല. ഓരോ ആയത്തിന് 60 വായനക്ക് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് മൂപ്പര് തഫ്സീർ. അങ്ങനത്തെ ആള് അവസാനം ഇബ്ലീസായിട്ട് ഒരു രീതി തോറ്റു, പറയാൻ കിട്ടില്ല. അപ്പൊ ആ രംഗം കണ്ടപ്പോൾ ഞാനൊരു തട്ടിക്കൊടുത്തായി ഇബ്ലീസ്. അങ്ങനെ ഫഖറുദ്ദീൻ റാസിനെ രക്ഷപ്പെടുത്തിയതാണ്. ഇതിപ്പോ മൂപ്പർക്ക് ഫലം ചെയ്തത് മൂപ്പര് അപ്പം അടിച്ച ഇന്നല്ല, ഈ ബന്ധമാണ് മൂപ്പരെ രക്ഷപ്പെടുത്തുന്നത്. അതാണ് ഇങ്ങനെ ഒരു വഴി. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി വേണം. ശുദ്ധമായ ഹൃദയത്തോടു കൂടി ചെയ്തതായിരിക്കുന്ന അമലായിരിക്കണം. അതങ്ങനെ ഒരാൾക്ക് സ്വന്തം ഉണ്ടാക്കാൻ കഴിയൂല. ഏതൊരാൾക്കും അതിൻ്റെ അപ്പുറത്തിൽ ചിന്തകൾ, ദുഷ്ടചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതപ്പോൾ ഇതിന് കാരണം അതാണ് നമ്മൾ മൻസൂറിന്റെ അമ്മാറിൻ്റെയും മറ്റുള്ള ആൾക്കാരൊക്കെ ചരിത്രങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെതായ ആ വഴിയിൽ കൂടെ ഒക്കെ ജീവിച്ച് വളർന്നവരാണ് കുവരൊക്കെ. ഇനി ആ ഭാഗം ഞാൻ നിർത്തുകയാണ്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഇമാം റബ്ബാനി ഷെയ്ഖ് അഹമ്മദ് ഫാറൂഖി റളിയല്ലാഹു അൻഹു. ഇന്ത്യയേക്കാൾ കൂടുതൽ മറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇവർ അറിയപ്പെടുക. ആരെ? അഹമ്മദ് ഫാറൂഖി റളിയല്ലാഹു അൻഹു. മൂപ്പരുടെ ചരിത്രത്തിലുണ്ട്. ഞാനെൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഷെയ്ഖ് എൻ്റെ ആത്മീയ ഗുരു മുഹമ്മദ് ബാക്കി ബില്ലാഹി ദഹ്ലവി റളിയല്ലാഹുവിന്റെ അരികിൽ ചെന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാളുണ്ട്. മൂന്നാളുടെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം എന്നതാണ് മൂപ്പരെ ഇസ്ലാമിനെ പറ്റി പറ്റില്ല, കേട്ടില്ല, ഇങ്ങനൊക്കെ പറ്റില്ലാണ്ടാണ്. എൻ്റെ അടുക്കൽ അബൂബക്കർ സിദ്ദീഖ് കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. കാരണം ലോകത്തെ ഏറ്റവും നല്ല ഉസ്താദിന് കിട്ടിയ ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ഉസ്താദിന് കിട്ടിയ ആൾ ഞാനാണ്. എന്നാൽ തൻ്റെ ഗുരുവിനെ പറ്റി അങ്ങനെ മൂപ്പര് വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് മൂപ്പര് എവിടെത്തി? ലോകത്ത് ഇമാം റബ്ബാനി എന്നറിയപ്പെടുന്ന സ്ഥാനത്തെത്തി. കൂട്ടുകാർക്കും തെറ്റൊന്നുമില്ല, തക്കടൊന്നുമില്ല, അങ്ങനെയുള്ള അഭിപ്രായം ഇല്ലെങ്കിൽ ഓരൊന്നും എത്തിയില്ല. ഓലെത്താൻ ഇങ്ങനല്ലേ ഒരു കാര്യം മനസ്സിലാക്കി ഇറങ്ങുന്നവർക്കല്ലേ അതിൻ്റെതായ പണിച്ച് ഇവിടെ പോയി തങ്കം വീടെടുക്കുന്നു. ആ എന്തൊരു മുക്കാണ് എന്ന് പറഞ്ഞാൽ പോയാലും ഓനെ കിട്ടൂല. ഏറ്റവും അത് തങ്കാന്ന് വെക്കിയെടുത്ത് ഓനെ കിട്ടിയേക്കും. ഇങ്ങനെയല്ല ഉണ്ടാകുക. അത് മനസ്സിലാക്കി പെരുമാറും. ഇങ്ങനെയാണിപ്പോൾ ലോകത്ത്. അപ്പോൾ മൂപ്പനുള്ള സമയത്ത് തന്നെ ഞാൻ ചിലപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ പറയും, നിങ്ങൾ ആടെങ്ങനെ ആളുണ്ടല്ലോ കടന്നു പോയി. ആ ചങ്ങായി എനിക്ക് പരിചയമൊക്കെ ഉണ്ട്. കണക്കൊടുപ്പം എന്താ? പക്ഷെ എങ്ങനെയാണ് ആര് കോരിത്തരും ഭാര്യത്തരും ചെയ്യൂല. ഇപ്പൊ മൂപ്പര് നടന്ന് 51 ദിവസം അങ്ങനെ ഓരോരുത്തരുടെ പിന്നാലെ നടന്നിട്ട് ഒരാളെ കഥയെന്നാ പറഞ്ഞത്. അങ്ങനെ നിരവധി ആൾക്കാരെ കൂടെ എത്രയോ കാലങ്ങൾ. നമ്മളിപ്പോ അങ്ങനെ തന്നെ വന്നാൽ വെറുതെ അങ്ങനെ വന്നു പോണോ? വരാൻ പറയുമ്പോ കാര്യമായിട്ട് ഇതൊരു കാര്യം ഉണ്ട്, ഒരു കാര്യം ഉണ്ടാവില്ല. കാര്യമുണ്ട് പ്രത്യക്ഷത്തിലൊന്നും ഉണ്ടാവില്ല. നമുക്ക് എഴുതാൻ വരെ പട്ടിണി കിട്ടി നോക്കിയോളാൻ പറയും. ഇത് മെരുക്കിയെടുക്കണ്ടേ? കാട്ടാനെ മെരുക്കി നന്നാക്കി എടുക്കുന്നത് പോലെ ഒരാളെ നന്നാക്കി എടുക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഗുരു തീരുമാനിക്കണം. അതിന് ശിഷ്യനാണ് കൈക്കൂട്ടും കൊടുക്കണം. അപ്പോഴേ വിജയിക്കും. ഇനി ഇങ്ങനത്തെ കഥകൾ ഒരുപാടുണ്ട് മഹാത്മാക്കളൊക്കെ സംഭവത്തിൽ. ഇപ്പൊ നമ്മളിന്നിവിടെ അറിയപ്പെടുന്ന ഉമർക്കാളി വലിയതായ ഉന്നതനായ പണ്ഡിതനാണ്. പൊന്നാനി അന്നത്തെ മഹദൂമിന്റെ അക്കാലഘട്ടത്തിലെ മമ്മിക്കുട്ടി മഹദൂം എന്ന ആളുടെ ശിഷ്യനാണ്. ഇങ്ങനെ ഇലിമിൽ മമ്മിക്കുട്ടി മഹദൂം പ്രധാനപ്പെട്ട വലിയതാണ്. അങ്ങനൊക്കെ ആണെങ്കിൽ മമ്പ്രന്തങ്ങൾ വന്നു. മമ്പ്രന്തങ്ങളെ ആയലുകളൊക്കെ മുമ്പിങ്ങനെയാണ്. ഉന്നതനായ ആളാണ്. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ ഉന്നതന്മാരാകുമ്പോൾ ഓരോ എല്ലാ അഹ്വാലുകളും ചിലപ്പോൾ ഓരുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് മനസ്സിലാക്കിയോളൊന്നുമില്ല. മൂപ്പര് വിമർശിച്ചു എന്നുണ്ടായിരുന്നു ഉമർക്കാളി റളിയല്ലാഹു. സംഭവം പാങ്ങിൽ മർഹൂം സമസ്തന്റെ നേതാവായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുത്തുമുസ്ലിയാർ ഉണ്ടാക്കിയ മമ്പ്രന്തങ്ങളെ മൗലൂദിൽ അതിൽ മുഖ്യക്കാണ്. ഉമർക്കാളി വിമർശിച്ചു. ഉമർക്കാളി വിമർശിച്ചപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഫക്കീനെ സൂഫിനെ വിമർശിക്കാൻ, സൂഫിക്ക് ഫക്കീനെ വിമർശിക്കാൻ പാടില്ല. അങ്ങനെ ഫക്കീയാണ് ആര് ഉമർക്കാളി വിമർശിച്ചു. വിമർശിച്ചപ്പോൾ മമ്പർ നേടി ഇടുമങ്ങൂരി.
ഒറ്റ അക്ഷരം നോർമലാണ് അയാൾക്ക് ഉമർക്കാവിയുള്ള അവസാനം ഉമർക്കാവി മമ്പർന്നങ്ങളോട് മാപ്പ് ചോദിച്ചു. അങ്ങനെ എഴുതി കൊടുത്ത അലിഫ് ബാ ഇങ്ങനെ 7 അക്ഷരം എഴുതി കൊടുത്തു. ഇത് പിന്നെ ഇൽമാട് തിരിച്ചു കൊടുത്തു. ഇതൊക്കെ ഇവിടെ നാട്ടിൽ തന്നെ ഉള്ളതാ. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. അപ്പോ ഇപ്പൊ പറഞ്ഞപ്പോ എന്താ അവസാനം? അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വഴിയെപ്പറ്റി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഈമാൻ ഊരപ്പെടാതെ ഈമാനോടെ നരയ്ക്കണമെങ്കിൽ നമ്മൾ ഉള്ളു വൃത്തിയാക്കണം. അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ നമ്മൾ തേടണം. ഇതിലേക്ക് പഠിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കാൻ നോക്കണം. അല്ലെങ്കിൽ മറ്റേ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് ചെയ്യും. അതില്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ആണിപ്പോ പറഞ്ഞത് 50 അമ്പലവും അവസാനം 30 സ്വന്തമല്ല, 30 ഗുരുണ്ട്. ഏത് ഗുരു? ഭൗതികരും കർമ്മശാസ്ത്രത്തിനും ഹദീസിലൊക്കെ ഗുരുണ്ട്. അതിന്റെ പുറമെ ആത്മീയ ഗുരുണ്ട്. ആദ്യകാലം 30 പറയുന്നു അടുത്തുവാങ്ങുന്ന മോനോട് മോനെ നീ സൂഫിയാക്കളൊക്കെ കൂടരുത്, നീ ഹദീസ് പഠിച്ചോ, അതാണ് കാര്യം. അങ്ങനെ അവസാനം 30 അഹ്മദ് ഹംബൽ റളിയല്ലാഹു മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു സമകാലീനരാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ടുണ്ട്. ഷാഫിന്റെ ശിഷ്യൻ തന്നെയെന്നല്ല, ഷാഫി റളിയല്ലാഹു അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങോട്ടും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ അഹ്മദ് ബിൻ ഹംബൽ തന്നെ പറയുന്നു, ഞാൻ ഷാഫിയിൽ നിന്ന് റളിയല്ലാഹു നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ എന്നിൽ നിന്ന് ഇമാം ഷാഫി അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട്. പ്രചരിത്തിൽ തൂക്കിയേക്കാം. ഏതായാലും രണ്ടാളും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അക്കാലത്ത് അക്ഷരാഭ്യാസം ഇല്ലാതെ ഒരു വലിയ ഇങ്ങനെ നടന്നുകൊണ്ട് ഷൈബാൻ റളിയല്ലാഹു നമ്മളിവിടെ അല്ലേ കൂപ്പുപ്പി 18-ാം പൂതി എന്നൊരാൾ അതോനെ ഇരുമ്പൊന്നുമില്ല. ഇവരെ പറ്റി അറിയപ്പെടുന്ന പേരെന്താ? 18-ാം പൂതി. ആ ഒരു ജില്ലയുടെ വിക്രത 18-ാം പൂതിയാണ്. ആൾക്കാരുടെ 12 നമുക്ക് ഇരുമ്പോ നമ്മളെ സ്കെയിലൊന്നും വെച്ച് നോക്കിയാൽ മൂപ്പർക്ക് ഇതുണ്ടാവില്ല. സ്ഥലത്തും ഇല്ല, സർട്ടിഫിക്കറ്റും ഇല്ല, ഇരുമ്പുമില്ല. എന്നതുപോലത്തെ ഒരാളായിരുന്നു ആര്? മഹാനായ ഷൈബാൻ റളിയല്ലാഹു. ഇവരെല്ലാം ഇങ്ങനെ നടന്നു പോകും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ഇമാം ഷാഫി ഇങ്ങനെ ഇരിക്കും. അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഞാൻ ആളെ കുറിച്ചൊന്ന് ഉപദേശിച്ചു. ആളിങ്ങനെ ഇരുമ്പൊന്നും പഠിക്കാതെ ഇങ്ങനെ നടന്നാൽ മതി, അത് പഠിക്കണ്ട. ഇമാം ഷാഫി അത് നിങ്ങൾ ഉപദേശിക്കേണ്ട, ആളെ പഠിച്ചു. അല്ല, ഉപദേശിക്കാൻ പറ്റില്ല. അവനെ വിളിച്ച് നിങ്ങളെന്താ ഇരുമ്പ് പഠിക്കാത്തത്? ഇരുമ്പൊക്കെ പഠിച്ച് അതിനനുസരിച്ചൊക്കെ ജീവിക്കുക, പഠിക്കുകയൊക്കെ വേണം. അപ്പോൾ അഹമ്മദിനോട് മുമ്പ് ചോദിച്ചാൽ എനിക്കെന്താ അറിയേണ്ടി ഇപ്പോൾ മസാല ഏതാ വേണ്ടിയത്? അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, 5 വക്ത് നിസ്കാരത്തിൽപ്പെട്ട ഒരു നിസ്കാരം ഒരാൾക്ക് കള്ളായി. ഏതാ വക്ത് കള്ളായിരുന്നു ആൾക്ക് ഓർമ്മയില്ല. അയാൾ എത്ര വക്ത് കൂട്ടണം? അപ്പോൾ ഷൈബാൻ റളിയല്ലാഹു പറഞ്ഞു, ആദ്യം അവനെ പിടിച്ച് ശിക്ഷിക്കണം, നിസ്കാരം കള്ളാൻ പാടുള്ളൂ. മറ്റേ 2ാമത്തെ മസല ഏതാണ് കിട്ടേണ്ടതെന്നുള്ള 2ാമത്തെ നിസ്കാരം കള്ളാൻ പാടില്ലല്ലോ. അവന്റെ ഹൃദയത്തിൽ അള്ളാനെ പറ്റി അസറത്ത് വന്നതുകൊണ്ടല്ലേ. അതിന് ആദ്യം ശിക്ഷ കൊടുത്തിട്ട് പിന്നെയാണ് മറ്റേക്ക് വിൽക്കുന്നത്. അത് അവന്റെ അഭിപ്രായത്തിന് അവൻ 5 വക്തും കള്ളാൻ കിട്ടിയുമാണ്. അതിന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ബോധരഹിതനായി പോകുന്നു. നമ്മക്കൊന്നും ബോധക്കേട് വരില്ല. അത് കാരണം നമ്മളുള്ള അത്രേ പേടിയുള്ളൂ. മൂപ്പര് ചിന്തിച്ചെന്താ? അപ്പൊ അസറത്ത് അള്ളാനെ പറ്റിയുള്ള ശ്രദ്ധ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് പോകരുത് എന്ന് ആര് പറഞ്ഞു? ഷൈബാനുമായി പറഞ്ഞതിന്റെ അർത്ഥം അതിൽ മൂപ്പർ അന്തം വിട്ട് ബോധരഹിതനായി. ഷമാൻ ചാഫി, ഞാൻ എന്നോട് ആദ്യം പറഞ്ഞില്ല, ആരോട് പറയാൻ പോട്ടാണ്. അന്ന് മുതൽക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ഇത്ര ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. അബൂ ഹംസത്തുൽ ബഗ്ദാദി എന്ന് പറയുന്ന അന്നത്തെ ആത്മീയ ഗുരുവായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ ഏത് മസലകൾ മൂപ്പർക്ക് തിരിയാത്ത വരുമ്പോൾ യാ സൂഫി നിങ്ങളെന്താ അഭിപ്രായം പറയുന്നത് ഇന്ന മസലയിൽ എന്ന് ആരോട് ചോദിക്കും? അബൂ ഹംസത്തുൽ ബഗ്ദാദി റളിയല്ലാഹു. ഇനി ഇങ്ങനെ എത്രയോ നമ്മുടെ നാട്ടിലും പല സ്ഥലത്തിലുള്ള കഥകളാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവരെക്കാളൊന്നും വലിയവരല്ല നമ്മളാരും. നമ്മളിലൊന്നുമില്ല, ഇതൊക്കെ ഉണ്ട്. എന്നിട്ടും പോലെ സ്ത്രീകൾ. അപ്പോ എന്നാലും എല്ലാവരും പേടിയോ? നമുക്കിപ്പം പരമ ധൈര്യം, നമ്മൾക്ക് ഈമാനോടും മരിക്കും, നമുക്ക് ധൈര്യമുണ്ടോ? എല്ലാവരും പേടിയല്ലേ? വിവരം കൂടുതലുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞ എങ്ങനെ? നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹിനെ പറ്റി കൂടുതൽ അറിയാവുന്ന ആള് ഞാനാണ്. എന്നാൽ ആ അർഷാക്കും അള്ളാഹിനെ പറ്റി ഏറ്റവും പേടിയുള്ള ആള് ഞാനാണ്. അറിഞ്ഞവനെ പേടി ഉണ്ടാവുള്ളൂ, അറിയാത്തവന് പേടി ഉണ്ടാവില്ല. അപ്പൊ ഒരു തീക്കണ്ടൽ ഇവിടെ വീണെടുക്കും. 2 വയസ്സിൽ ഒരു കുട്ടിനാട് കൊണ്ടുവച്ച് ഒനാളെടുക്കും. ഒനാനെ പറ്റി അറിയില്ല, തിരികെ പൊള്ളു എന്നുള്ള അറിയില്ല. പൊള്ളുന്നുള്ള അറിയാവുന്ന തീക്കണ്ടല്ലെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടിപ്പു. ഇന്നതുപോലെ തന്നെയാണ് അള്ളാഹനെ അറിയാവുന്നവൻ അള്ളാഹിനെ പേടി ഉണ്ടാവും, അറിയാത്തവന് പേടിയില്ല. ഇന്നമായ രക്ഷമാർ അള്ളാഹിനെ പേടിക്കാൻ അറിഞ്ഞവരാണ്. മൊത്തം അറിവുള്ളവരാണെന്ന് വെച്ചാൽ കൂടി ഇട്ടില്ല. നമ്മൾക്കൊക്കെ ഇരുമ്പുള്ളവരെ അള്ളാഹ് പേടിയുണ്ടോ? എല്ലാവർക്കും ഒരുവരും.
പേടിൻ്റെ ഇത് കേൾക്കുമ്പോൾ ഇപ്പൊ അഹമ്മദ് നമ്പലോ ഇല്ലാന്ന് വന്നവർ നമ്മളും ബോധരഹിതനാണ്. ആ പേടിയൊന്നും നമ്മുടെ ഇല്ല. അപ്പോ ഞാൻ തീർച്ച ആവശ്യത്തിന് താഴെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഈമാൻ ഊരപ്പെടല തൊട്ട് രക്ഷപ്പെടണം, ആഖിറം വിജയിക്കണം. ഉൾക്കണ്ടുകൊണ്ട് നമ്മളെ മുമ്പിൽ അള്ളാനെ കണ്ടുകൊണ്ടും പരലോകം കണ്ടുകൊണ്ടും ജീവിക്കണം. അപ്പൊ ഇനി ലായിലായില്ലെന്ന് അരിയാർക്ക് ചൊല്ലിക്കൊടുക്കുന്നത് നമ്മളിപ്പോ എത്ര ലായിലായില്ലത് എല്ലില്ലേന്ന് ചോദിച്ചു. ഇക്കാലത്തിലെ ചപ്പത്തന്നെ ചെല്ലേന്ന് അത്താതിന് 50 എണ്ണം ചെല്ലില്ല. കാരണം അങ്ങനെ കൂട്ടിയാൽ തന്നെ നമ്മളൊന്നോ ഉത്തരവാദിത്തം. ഇനി അതിൻ്റെ ഒരു ശർത്ത് കൂടി മനസ്സിലാക്കുക. ഇഫ്താറിൽ ജന്നത്തി റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗത്തിന്റെ ചാവിയാണ് ലായിലായില്ലത്. പക്ഷെ ആ ചാവിയാവുമ്പോൾ പല്ലുണ്ടാവും. ചാവിക്ക് പല്ലുണ്ടാവും. പല്ലുണ്ടെങ്കിലേ തുറക്കുള്ളൂ കൂട്ട് സ്വർഗം. ഒന്നാമത്തെ പല്ല് ലിസാനും ദാക്കിറും അള്ളാനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന നാവും. താഹിറും റീബത്തിനെ തൊട്ടും നമീമത്തിനെ തൊട്ടും അള്ള നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ ശുദ്ധമായ നാവും. അതുണ്ടോ നോക്കേണ്ടത്. അങ്ങനെ ചെല്ലിങ്കിലേ ആ ലായില സ്വീകരിക്കും. ഇന്നിപ്പോ കുടിച്ച പായസം ഹറാമാണെങ്കിൽ പിന്നെ കൂടി ലായിലില്ല എന്ന് സ്വീകരിക്കൂല. അദ്ദേഹത്തെ കഴിഞ്ഞ് സയ്യിദ് ബിൻ അബീ വഖാസിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഹലാലല്ലാത്ത ഭക്ഷണം എൻ്റെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ 40 ദിവസത്തേക്ക് ദുആക്ക് കബൂലില്ലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ ചോദിച്ചത് അള്ള സ്വീകരിക്കില്ല. ഉത്തരല്ല എന്നല്ല, ചോദിച്ചത് അള്ള എൻ്റെ അർത്ഥം എൻ്റെ അമീർ സ്വീകാര്യമല്ല. അപ്പൊ ലിസാനും വാക്കുകളും താടും ശുദ്ധമുള്ളതായ അള്ളാനെ സ്മരിക്കുന്ന നാവ് ഒന്നാമത്തെ പല്ല്. എല്ലാവരും ശ്രദ്ധിക്കണം. വഖൽബുൻ ഖാശിയും പേടിയുള്ള ഹൃദയം. ലായിലായില്ലെന്ന് ചിലപ്പോൾ ഇമാമ് ചൊല്ലിത്തരുമ്പോൾ നമ്മൾ ലായിലായില്ല നമ്മളെവിടോ അങ്ങാടിയിലോ നമ്മളെ ലോകത്തോടോ ആയിരിക്കും. ഇതല്ല ലാഹിയായ ഹൃദയം. ആ ഹൃദയത്തോടുകൂടെ ചെല്ലിയാതെ സ്വീകരിക്കൂല. നമ്മൾ തന്നെ ഇപ്പം ചെയ്യുന്നത് നമ്മൾ രണ്ടാൾക്കും ഇങ്ങനെ ഒന്ന് നമ്മൾ സംസാരിക്കാം. നിങ്ങൾ എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഞാൻ വേറെ ചിന്തിച്ചു ഇനി എന്താണ് ആളെ പോയാക്കാൻ. സാധാരണ മലയാളത്തിൽ അങ്ങനെയല്ലേ ഇപ്പം അള്ളാനോട് ലായിലായില്ല ഇങ്ങനെ ചെല്ലില്ല. നമ്മൾ ഉള്ളോട്ട് വേറെ എവിടെയോ നീ കുറുക്കനെ തേടി എൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഏതുണ്ടെങ്കിലല്ലേ കുറച്ചവരെ എനിക്ക് പേടിയുണ്ട്, നീ പൊറുക്കണം എന്നൊക്കെ ഒരു ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ട് അസ്തഗ്ഫിറുള്ള പറയുകയാണെങ്കിലല്ലേ അള്ള പൊറുക്കേണ്ടതുള്ളൂ. എൻ്റെ ഉള്ള അറിയാൻ എന്നല്ല അവൻ പറഞ്ഞു. അങ്ങനെ ഒരു തോറ്റം ചെല്ലുമ്പോൾ അങ്ങനെ ചെല്ലിപ്പോകും. ഓ ബത്തറും താഹിറും ശുദ്ധമുള്ളതായ വയറ്. ഹലാലല്ലാത്ത എല്ലാ കാര്യത്തിനെ തൊട്ടും ശുദ്ധമുള്ളതായ വയറ്. ആ വയറ് വയ്ക്കണം. നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത് അങ്ങനെ ഉറപ്പുണ്ടോ? കിട്ടണമൊക്കെ ഇന്ന സ്ഥലത്തുനിന്ന് കിട്ടിയെന്ന് വെച്ചുകൊണ്ട് ഇവിടുന്നപ്പോ തന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും അല്ല ഹലാലാണെന്നും പറയാൻ പറ്റൂല. നമുക്ക് ആർക്കും എടുക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ തന്നെ തന്നിൻ്റെ തന്നിട്ട് പൂർണ്ണമായിട്ട് ഹലാലായിട്ട് വരാൻ പറ്റൂല. അത് അവനാൻ ഓരോരുത്തരും സൂക്ഷിക്കണം. ലോകത്ത് പല സ്ഥലത്തുനിന്നും സംഭരിച്ചെടുക്കുന്ന വസ്തുക്കളാണ്. ഇപ്പൊ ഞാൻ മുമ്പോട്ട് പറഞ്ഞിരുന്നോന്ന് അറിയില്ല. ഒരു ഗൾഫിൽ പോയ ഒരാളെ കഥ. ഇന്ത്യയിൽ നിന്ന് ആയിട്ട് ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ ആൾ പോയി ആക്കി പെട്രോൾ പമ്പിലാണ് പണിയിട്ടു. പെട്രോൾ പമ്പ് പണിയിട്ടിപ്പോ എന്താ മഞ്ഞ പെട്രോളും നീല പെട്രോളും ഏതോ ഒന്നും മുന്തിയാണെന്ന് അത്ര എനിക്കിനെ പറ്റി അറിയുള്ളൂ. ഈ പമ്പുകാരൻ എന്തെങ്കിലും മുന്തിയ കുറച്ചെടുത്തിട്ട് മുന്തിയതിൽ കുറച്ച് താന്നതെടുത്ത് പോയി. അപ്പൊ രണ്ടിന്റെ കളറ് ഏതാണ്ട് ഒരു സമാനമായിട്ട്. എന്നിട്ട് ആ മുന്തിയുടെ വിലക്ക് കിട്ടുമ്പോൾ ഏത് താന്നതെന്ന് അങ്ങനെ മീറ്ററിൽ കാണിക്കും 20 ലിറ്റർ. അപ്പൊ 18 ആകുമ്പോൾ തന്നെ 20 കാണിക്കുന്ന ആ രീതിയിലാക്കി വെച്ചു. അപ്പോൾ ഇയാൾക്ക് 18 കിട്ടും. മീറ്ററിൽ എത്രയായി? 20. അപ്പോൾ അതിൻ്റെ പൈസയും. അപ്പോൾ ഇപ്പം ചോദിച്ചു, അല്ലേ ഇങ്ങനൊക്കെ ചെയ്താൽ ഇപ്പോൾ പറ്റുമോ? അതിനൊന്നും ഇപ്പോൾ സാരമില്ലാന്ന്. ഞാൻ നാട്ടിൽ പോയാൽ നാട്ടിലെ മാലത്തിൽ പള്ളിയിൽ നല്ലൊരു നോമ്പറ തോപ്പിക്കുന്നു. ഏത് മറ്റൊന്ന് പിടിച്ചെടുത്തിക്കായി നമ്മൾ ചോദിക്കും അങ്ങനെ എൻ്റെ പള്ളി തുറാം. ഈ തുറാണെങ്കിൽ എത്രയും തിന്നാണ്, ഇതേതും തിന്നാം. പള്ളിയിലേക്ക് വരേണ്ടത് ഇങ്ങനെ നിന്റെ തുറാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിച്ച മുതൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടുവന്ന് അതാരറിയുന്നുണ്ടോ? ഇതൊന്നും അള്ള ഏൽക്കൂല. പള്ളിയിൽ നല്ലൊരു തുറയും ഉറപ്പിച്ചിട്ടുണ്ട്. തന്നെ അല്ല പാവങ്ങൾ കെട്ടിക്കാൻ ഞാൻ പൈസ കൊടുക്കും. അങ്ങനെ തെറ്റ് കുടിച്ചിട്ട് നിങ്ങൾക്ക് കെട്ടിട്ട് ഞാൻ വെക്കണം കൊടുക്കുക. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലാണ് റിപ്പോർട്ട് ചെയ്ത് ഒരു വേശ്യ പറയും പോലാണ് ഓള് വിചാരം ചെയ്ത് അതിലുണ്ടാക്കിയ മുതൽ ആയിക്കോട്ട് ധർമ്മം ചെയ്യും. അതിന്റെ സ്ഥാനം എന്താ? അതേ സ്ഥാനമാണ്. ഹറാമായ മാർഗത്തിൽ കൂടെ പൈസ സമ്പാദിച്ചിട്ട് ധർമ്മം ചെയ്യുക. ഏറ്റവും കേടിരിക്കുന്നല്ല. അന്ന് പള്ളിയിൽ കൂടി എല്ലാ ആൾക്കാരും നോക്കും പോയി. എന്താ പറ അല്ലെ പതിരീങ്ങളാണ്ടാണ്. പിന്നെ പറയുമാണ് പതിരീങ്ങൾക്ക് എത്ര സ്നേഹമുണ്ടാവും നമ്മളോട്. ഓടി യഥാർത്ഥ ദീനുണ്ടാക്കാൻ വേണ്ടി ഒട്ടുമൊന്ന് ഷഹീദായി അറിഞ്ഞു കുഞ്ഞു മരിച്ചോല. ഇതിന് പയര് ചെയ്യുന്നപ്പോ എന്താ? ഹറാമുണ്ടാക്കിയിട്ട് പോലെ പേര് വാരി പരട്ടുക. ഒക്കെ സൂക്ഷിച്ചോളി. ആടെങ്ങനെ ചെയ്ത് ഇവിടെ എങ്ങനെ ചെയ്തെന്നും പറഞ്ഞതുകൊണ്ട് അള്ള ചോദിച്ചു. നബി പറയും ഒക്കെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ചോളി. ആരുണ്ടാക്കുന്നതും
ആര് കഴിക്കുന്നതും ആര് ധരിക്കുന്നതും ഒക്കെ ചെയ്തു. അത് ഓരോരുത്തരും സൂക്ഷിക്കണം. അതിനൊന്നും ഓരോരുത്തർക്ക് സ്വന്തം ഒരു മീസാനൊന്നും തരാൻ കഴിയില്ല. അപ്പോൾ ആ പത്തിനും കായും ശുദ്ധമുള്ളതായ വയറുകൾ ഈ പല്ലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇനി അതുപോലെ വാക്കുകളിൽ ഏത് ആംബലുകളും സ്വീകരിക്കുള്ളൂ. ചെവ്വാരികൾ മഷൂര അള്ളാഹു തആലാന്റെ താഴത്തുകളെ കൊണ്ട് ജോലിയായ അവയവങ്ങൾ, കണ്ണ്, കാത്, മുണ്ട്, കാല്, ഈ ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അള്ളാഹുടെ ഇബാദത്തിലായിട്ട് ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കണം. അങ്ങനത്തെ അവയവങ്ങൾ ഉണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് ദിക്ർ ചൊല്ലിയാൽ ആണ് അള്ളാഹു തആല സ്വീകരിക്കുക, അല്ലാത്ത സ്വീകാര്യമല്ല. അപ്പൊ ഇതൊക്കെ പാലിക്കണം. പാലിക്കാതെ ചെയ്തിട്ട് ഏതൊരാൾക്കൊരു സൈഡ് മറ്റേതായി ഇങ്ങനെ ഒരു സൈഡിൽ നല്ലതാണെങ്കിൽ വേറെ സൈഡ് വെക്കുമ്പോൾ നേരെ വിപരീതം. അതാകുമ്പോൾ നാളെ അവസാനത്തിൽ കാര്യമായി പോകും. അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. ഇതൊക്കെയാണ് ഇപ്പം ആത്മീയ വഴി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഇവിടെ പോയി ഒരു ബോധമില്ലാതെ ഇങ്ങനെ അലസനായി തിന്നുകയും കുടിക്കുന്ന മൃഗങ്ങളെ പോലൊക്കെ പുറത്തൊക്കെ ചെയ്യുന്നത് ഇതെല്ലാത്തിൻ്റെ ശരാശരി അറിയലെന്ന് നാളെ മത്സരം കിട്ടുമ്പോൾ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസു നിയാമ്, ജനങ്ങളൊക്കെ ഉറക്കിലാണ്. ഇതാ മാത്തു ഇന്തബഹു, മരിക്കുമ്പോൾ എല്ലാവരെയും ഉറക്കം തെളിയും. അന്നാസു നിയാമ്, ജനങ്ങളൊക്കെ ഉറക്കിലാണ്. ഉറക്കം തന്നെ കണ്ണുകൂട്ടി ഉറക്കനെല്ലാം പറയും. ഇപ്പൊ അറിഞ്ഞ കാര്യം ചിന്തിക്കുന്നില്ല. മരണം കഴിയുമ്പോൾ ഇന്തബഹു, എല്ലാവരും ഉണരും. ആ ഉണർച്ചപ്പെടുത്തേ ഉണ്ടാവണം. അതിനാണ് പറയുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സൂക്ഷിച്ച് ഇതുപോലെ ജീവിച്ചു. എല്ലാവരും ദീനിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും സൂക്ഷിക്കണം. ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നല്ലതായ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടവരാകുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ആരും കണക്കൂട്ടരുത് ഞാൻ ഇന്നാളെ മോന, അല്ലെ ഇന്നാളെ വന്നള, അല്ലെ ഇന്നാളെ അഞ്ചന. ഞാൻ പറഞ്ഞല്ലോ ആ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നു. നോക്കി മഹാനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മുത്തവല്ലിമാർ, ഈ രണ്ട് മക്കളായിരുന്നു ആ പള്ളിയിൽ തിരികെത്തിക്കലും ഇമാറത്തൊക്കെ ചെയ്യും. അവരെ മക്കളിൽ തെറ്റു വന്നു. അള്ളാഹിന്റെ അദാബ് ഇറങ്ങാനിരിക്കുമ്പോൾ മൂസാനും മൂത്താപ്പ ശുപാർശ ചെയ്ത് മക്കൾക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞ് ഞാനത് സ്വീകരിക്കില്ല. നിന്റെ അടുത്ത ആൾക്കാരെയും വരും. നിന്റെ അടുത്ത ആൾക്കാർ തെറ്റ് ചെയ്താൽ ഞാൻ അവരോട് അങ്ങനെ ചെയ്യാം. സാധാരണക്കാർക്കുണ്ടാകുന്ന ശിക്ഷല്ല, അതിനേക്കാൾ കടുത്ത ശിക്ഷ. അങ്ങനെ അവരെ നശിപ്പിച്ചു. ആരെ? ഹാറൂൻ നബി അലൈഹി ഇസ്ലാം. കണ്ടിട്ട് നബിന്റെ മക്കളാ, നബിന്റെ നബിന്റെ പരമ്പര. ബൈത്തുൽ മുഖദ്ദസ് പറയാലോ, ബൈത്തുൽ മുഖദ്ദസിലെ മോദിന അതൊക്കെ നമുക്കും പറയാം. പല പോലീസി പള്ളിയിൽ ആ പോലീസൊക്കെ ആർക്കും നാശത്തിലേക്ക് എത്തിച്ചെല്ലാം ശ്രദ്ധിച്ചു. അപ്പൊ ഇന്നാളെ മോനാണോ ഇന്നാളെ മക്കളാണോ അങ്ങനെ അന്ന് ആരും ചിന്തിക്കേണ്ട. അതൊന്നും അവിടെ ഫലം ചെയ്യൂല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ തന്റെ കൂടെ കിടന്ന് 2 പെൺകുട്ടികളുടെ അടുത്ത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് പറഞ്ഞൂടെ, ഞാൻ ലൂത്ത് നബിന്റെ പെണ്ണാ, നിങ്ങൾക്ക് ജോർദാനിൽ പോയ ചാവുകടൽ എന്ന് പറഞ്ഞൊരു കടലുകാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ജനതന്റെ ഭൂമി അള്ളാഹ് അട്ടിമറിച്ച രാജ്യമാണ് ചാവുകടൽ നിന്നാണ് വെള്ളം. ആ സ്ഥലത്ത് പാറയായി കിടക്കുമാര് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ. സ്വന്തം ഭാര്യ, നബിന്റെ ഭാര്യയല്ലേ. നമ്മൾ പറയുന്ന അങ്ങനെ ഒരു വലിയ മുമ്പറെ കൂടെ തൊട്ട് കിടന്നാൽ നമ്മൾ പറയല്ലോ മുമ്പിലേക്ക് നമ്മൾ കൂടി ചാവിച്ചു വിടും. നല്ല രോഗ്യത്തിലെ നമ്മൾ മുമ്പിൽ വെക്കില്ലേ കാണേ. ലൂത്ത് നബിക്ക് 2 പെൺകുട്ടികളുണ്ട് പെണ്ണിന്. ആ പെണ്ണാണിപ്പം എന്തായി പാറയായി ഇങ്ങനെ കിടക്കുന്നത് പോയാൽ കാണാം. കൂടെ കടന്നത് കൊണ്ടായില്ല, പെണ്ണായത് കൊണ്ടായില്ല. പക്ഷെ ലൂത്ത് നബിന്റെ ആശയത്തിലോ ആ ഈമാനിലോ ആ വിശ്വാസത്തിലോ ആരുണ്ടായില്ല, പെണ്ണുണ്ടായില്ല. ഇനി അതല്ലേ നൂഹ് നബി ഇസ്ലാമിന്റെ മോൻ എന്നാ മോൻമാരുടെ ഉന്നതനായ നബിയാണ്, ഉല്ലസീൽപ്പെട്ട നബിയാണ് ആ നൂഹ് നബി അലൈഹി ഇസ്ലാം. ഇനി ലോകത്തെ ഏറ്റവും നല്ല വാപ്പ ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോളോട് പറഞ്ഞാൽ എന്താ ഒക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് ആലിമീങ്ങളുമായിട്ടോ മശായിഖന്മാരുമായിട്ടോ ഔലിയാക്കളുമായിട്ട് ബന്ധപ്പെട്ട വാലിമക്കൾ ഒരു പ്രത്യേകം സൂക്ഷിക്കണം. അവർക്ക് മറ്റുള്ളതല്ല. നിങ്ങൾ ഖുർആനിൽ നോക്കി നബിന്റെ ഭാര്യമാരെ പറ്റി പറഞ്ഞാൽ ലെസ്റ്റുന്ന ഉമ്മാത്തുൽ മുഅ്മിനീങ്ങൾ പറഞ്ഞ നബിന്റെ ഭാര്യമാർ നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല. നിങ്ങളുടെ വീട്ടിലാണ് അള്ളാന്റെ വഴി ഇറങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളെ ജനങ്ങൾ മാതൃകയാ. നിങ്ങൾ മറ്റുള്ളവരെ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷിക്കണം. ഞാനിത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇതിനെതിരായി പോകണ്ട. അങ്ങനെ ആരും വിചാരിച്ചു കഴിഞ്ഞ് നശിക്കുകയും വേണ്ട. അതിനത് പറഞ്ഞത് ലസ്തുന്ന കായതി, നിങ്ങൾ ലോകത്തുള്ള സ്ത്രീകളെ പോലെയല്ല, നിങ്ങൾ ശരിക്കും സൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് ഇത്തരം മഹാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ടവരാകുമ്പോൾ ഓരോരുത്തർ ഓരോ ശിഷ്യന്മാരാകുക, അല്ലെങ്കിൽ ഓരോ കുടുംബക്കാരാകുക, ഓരോ ബന്ധപ്പെട്ടവരാകുമ്പോൾ കൂടുതൽ സൂക്ഷിക്കാണ്ട് അല്ലാതെ ധൈര്യപ്പെടാൻ പറ്റൂല. ഏറ്റവും നല്ല വാപ്പ മുഹമ്മദ് നബി, ഏറ്റവും നല്ല മകളോട് എങ്ങനെ സയ്യിദത്തുൽ നിസാഇൽ ആലമീൻ ലോക സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ, മോളെ എല്ലാവരും അമലുമായിട്ട് വരുമ്പോൾ ഈ തറവാടുമായിട്ട് വരരുത്. മറ്റുള്ള ആൾക്കാരൊക്കെ സ്വാലിയ അമലുമായിട്ട് വരുമ്പോൾ ഞാൻ മുഹമ്മദ് നബിന്റെ മോളാണ്, അതുമായിട്ട് വരണ്ടാന്ന്. അത് അവിടെ ഉണ്ടാവില്ല. അമ്പർത്ത അവിടെ കാണിക്കൂല. ഞാൻ കൊണ്ടുവന്നൊരു കാര്യം തരാൻ എൻ്റെ കുടുംബം, അതിൽ പെട്ടാൽ എനിക്ക് വിജയിക്കാം. ഇതെല്ലാവരും മനസ്സിലാക്കണം.
ഇതിന്റെ വിപരീതമായി ജീവിച്ചാൽ ആഖിറം തൊലിഞ്ഞു പോകും. എല്ലാവർക്കും ഇത് കേട്ടോണമെന്നില്ല. ചിലപ്പോൾ ഇതിനെതിരേക്ക് ചിലപ്പോൾ കേൾക്കുക. അത് പറയട്ടെ, ഞാൻ എല്ലായിടത്തും ഉറന്നു പറഞ്ഞില്ല. കാരണം എനിക്ക് എതിരാവരുത് പറയണ്ടേ പറയണല്ലോ, എന്നാണത് പറയരുത്. അപ്പോൾ ആഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് സൂക്ഷിച്ചോളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നിങ്ങളെ വിജയിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഷാദിരി മജ്‌ലിസ് നടക്കാൻ പോവാണ്. അപ്പം ചുരുങ്ങിയ വാചകം കൂടി, ഇമാം ഷാദിരി റളിയല്ലാഹു ഇത്തരം ഒരു വഴിൻ്റെ സാധാരണങ്ങളെയൊക്കെ പ്രധാനപ്പെട്ട ആ വഴിൻ്റെ ഒരു നേതാവാണ്. ഷാദിരി ഇമാമിനെ പറ്റി പറയുമ്പോൾ മൂപ്പരുടെ വഴി ഒരു വാക്കിലുണ്ട്, എൻ്റെ വഴിയിൽ ഒരു ദിവസമെങ്കിലും വല്ലവരും പ്രവേശിച്ചാൽ ഒന്ന് രക്ഷപ്പെടും. ഇരുലോക വിജയവും കിട്ടണമെങ്കിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ വഴി കൂടട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ ഷാദിരിയിൽ ഒരു ദിവസം കൂടിയാൽ കൊണ്ട് രണ്ട് ലോകം വിജയിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞതിനർത്ഥം, മുഖറ പറഞ്ഞതിനർത്ഥം എന്താ? മൻ അറാദ ഇസ്സത്താറൈ, രണ്ട് ലോക വിജയവും അന്തസ്സും വല്ലവനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ വല്യുരഹിമിനത്തിൻ്റെ വഴി എന്നാൽ ഐഹിക ലോകത്തിനെ ഉള്ളിൽ നിന്ന് മാറ്റിവെക്കട്ടെ. വാഹിലിഹ, ഭൗതികവും ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അവൻ്റെ കൽബിനെയും ശരീരത്തിനെയും അതിനെ തൊട്ട് ശുദ്ധിയാക്കി. പാറക്കൽ മാസിബി വായിനി, അവൻ്റെ പ്രത്യക്ഷ ജീവിതത്തിൽ അള്ള വിലക്കിയതായ കാര്യങ്ങളൊക്കെ വിടിയ. അവൻ അപത ഹുബത്തിന്യാമിൻ ബാത്തിനി, ഐഹിക ലോകം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ദുന്യാവെന്ന സമ്പത്ത് മാത്രമല്ല, സ്ഥാനമാനങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ആരെടുക്കലോ സീറ്റ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം. നമ്മൾ അമൽ ചെയ്യുന്നുണ്ട്, ഞാൻ നല്ലവനാണെന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന കിട്ടാൻ അല്ലല്ലാത്ത ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന ഈ പാടുള്ള എല്ലാ കാര്യങ്ങളും അത് ഉള്ളിൽ നിന്ന് മാറ്റിവെക്കട്ടെ. വലതിമ ഹിഫ്ള ജവാരിഹി, അവൻ്റെ അവയവങ്ങളൊക്കെ തെറ്റിലേക്ക് വരുന്നിടത്തോട്ട് സൂക്ഷിക്കട്ടെ. ഖുർആനത്തെ സിരിഹി, അവൻ്റെ സിർ എപ്പോഴും അവൻ്റെ രഹസ്യം പരിഗണിക്കണം. അങ്ങനെ ഞാനിപ്പോഴും അല്ലാഹു തആലയെ വിളിക്കാൻ പറയുകയാണ്. ഇന്നിപ്പല്ലേ നമ്മളുടെ മാളിലൊക്കെ പോയാൽ എന്തെങ്കിലും സുകാര്യം പറഞ്ഞാൽ അത് കയ്യിൽ പിടിക്കും. എന്നാൽ 24 മണിക്കൂർ നമുക്ക് ഒരു ക്യാമറ, ആ ക്യാമറയുടെ ഉള്ളിലായ നമ്മളുണ്ട്. ഇത് ഈ ബോധം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ സിറിലേക്ക് ഇങ്ങനെ നോക്കണം. അള്ളാഹുടെ ക്യാമറയിൽ വരുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എൻ്റെ ഊണിലോ ഉറപ്പിലോ ഉണർച്ചയിലോ വരുന്നുണ്ടോ എന്ന് നമ്മൾ സൂക്ഷിക്കട്ടെ. അങ്ങനെ സൂക്ഷിച്ചാൽ, എന്നാൽ അത്തത്തുഹുസമായി ഇതില്ലെന്നി, അങ്ങനെ സൂക്ഷിക്കുന്നവനാകുമ്പോൾ കൂടുതൽ കൂടുതൽ ഇൽമ അള്ളാഹുവിന് കൊടുക്കും. വൽ യക്കീനും കൊടുക്കും. വൽ മഅരിഫത്തു, അള്ളാഹിനെ പറ്റിയുള്ള അറിവും കൊടുക്കും. അപ്പം വക്കലവി ഹാരിസിന് അവനൊരു കാവൽക്കാരൻ അള്ളാഹിനെ വെച്ചു കൊടുക്കും. ആ കാവൽക്കാരൻ അവനെ കാക്കും. എന്നിട്ട് അള്ള അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇറക്കേണ്ട അടുത്ത് കേൾക്കും, കയറ്റേണ്ട അടുത്ത് കയറ്റും. അപ്പം ഇനി ഞാനില്ലെങ്കിൽ എൻ്റെ വഴിയിലുണ്ടായാൽ മതി. നമുക്ക് പറഞ്ഞു ഇങ്ങനെ വഴിയിൽ പ്രവേശിച്ചാൽ. അല്ലാതെ നിങ്ങളൊക്കെ കൂടി ഇങ്ങനത്തെ ആൾക്കാരെ പറയുമ്പോൾ കൂടി നടിയും തോന്നിയതുപോലെ ജീവിക്കുകയും ഇസ്ലാമിന്റെ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ഉള്ളൊക്കെ കക്കൂസ് പോലെ ദുഷ്ട സ്വഭാവങ്ങളൊക്കെ ഉള്ളിലുണ്ടാവുകയും ചെയ്താൽ ഞാൻ ഇന്നാളെ പോലെ കൂടി നല്ല എൻ്റെ വഴി കൂടി നല്ല ആ ആളും വേറെ സ്ഥലത്തും പോവും, നിങ്ങൾ വേറെ സ്ഥലത്തേക്കും ആരും രക്ഷപ്പെടും. പറഞ്ഞ കാര്യങ്ങളാ മുമ്പ് പറഞ്ഞു. മന്നറാത്ത ഈസത്താറയിൽ നിന്റെ വഴിയിൽ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞ ഇതാണ്. അവര് ആ വഴി ഇത് ലോകത്ത് മുഴുവനും പ്രശസ്ത എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ബന്ധമില്ലാത്തവരിന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം. ഇന്നിപ്പോ ഒന്നുകിൽ മുറുദവയിൽ നിന്ന് ചെല്ലപ്പെടും. അത് മൂപ്പര് ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മറ്റൊരു കൂട്ടർ ദലായിലുൽ ഖൈറാത്ത് ചെല്ലുന്നത്, അത് മറ്റൊരു ശിഷ്യനാണ് ജസൂലി റളിയല്ലാഹു അൻഹു. അതേപ്രകാരം സൂഫിയാക്കളും അല്ലാത്തവർ ഓതുന്ന സൂഫി ഗ്രന്ഥമാണ് ഹിക്കം. ആ ഹിക്കം ഉണ്ടാക്കുന്ന മൂപ്പർ മറ്റൊരു ശിഷ്യന്മാരിൽപ്പെട്ട അഹ്മദ് ബിൻ അത്വായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. ഇനി അതുപോലെ വേറെ ചില മുഫസ്സിരീങ്ങൾ, മഹാനായ അബ്ദുൽ അലീം ബിൻ മുഖിരി റളിയല്ലാഹു അൻഹു തറീബ് പോലത്തെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ മൂപ്പരുടെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അങ്ങനെ ലോകത്ത് മുഴുവൻ ഇത് വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. പക്ഷേ അവരുമായിട്ട് ഈ നിലക്കുള്ള ബന്ധങ്ങളുണ്ടെങ്കിലേ രക്ഷപ്പെടും. ഈ കാലഘട്ടങ്ങൾ മനസ്സിലാക്കണം. വളരെ ദീനിയായിട്ട് ലോകം മുഴുവനും നശിച്ചു. ഓരോ ദിവസവും നമുക്കറിയാം, സ്വന്തം ബാപ്പ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ, സ്വന്തം പിതാവ്, സ്വന്തം കുട്ടിയെ സ്വന്തം മടിയിൽ ഇരുത്തിയിട്ട് വ്യഭിചാരത്തിന് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും അവസാനം പറഞ്ഞാൽ ഇനി അതിനേക്കാൾ മോശപ്പെട്ട രീതിയിലാണ് കാലങ്ങളിൽ വേണ്ടത്. അതൊരു അത്ഭുതമായി പറയാനില്ല. പണ്ടൊക്കെ നമ്മൾ കേട്ട അത്ഭുതം ഇന്ന അത്ഭുതമല്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ദൃഷ്ടി നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇന്നൊരാൾ അവനവൻ്റെ സുന്നത്തനുസരിച്ച്, റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാനെന്നാൽ സാക്ഷാം ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാന്ന, അങ്ങനെ ജീവിച്ചാൽ 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ആ കാലമാണ്. അതെന്താ കാരണം? അന്നൊരു സഹാബി ജീവിക്കുന്ന പ്രയാസം ഉണ്ടാവും, ഇന്നൊരാൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നു. അപ്പൊ അതെല്ലാവരും സൂക്ഷിക്കണം. എല്ലാവരും കുടുംബത്തിന്റെ കാര്യം, മക്കളുടെ കാര്യം, എല്ലാവരുടെ കാര്യത്തിലും പ്രത്യേക സൂക്ഷ്മത പാലിക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടം. പിന്നെ സഫ്രത കഴിയാണ്, റബീഉൽ അവ്വൽ മാസം തുറക്കുകയാണ്. അപ്പോൾ നമ്മൾ നബിനെ സ്നേഹിക്കും. ആ സ്നേഹിക്കൽ ഒരു മൗലിദിൽ മാത്രം ഒതുക്കുക എന്നല്ല, ഞാൻ മൗലിദ് ഓതണം. കാരണം അത് മധുവിൽ അമ്പിയ
അമ്പിയാക്കന്മാരെ പ്രശംസിക്കുക എന്നുള്ള ഇബാദത്താണ് എന്ന് റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം. 4 ആളെ വിളിച്ച് കഴിച്ചോളോന്നല്ലല്ലോ. നിങ്ങളെ കഴിവില്ലാത്തവരാണെങ്കിൽ ഒരു തന്നെ എടുത്ത് ചോദ്യകളി വീട്ടിലുള്ള ടിവിയും ഫോണും ഒക്കെ ആയിട്ട് 24 മണിക്കൂറും ജോലിയാവുന്നവർ എന്തും പ്രയാസത്തിന് ദാരിദ്ര്യം തീരുന്നില്ല, കടം തീരുന്നില്ല, രോഗം എങ്ങനെ മാറാം, എങ്ങനെയത് തീരുക? നമുക്ക് തരുന്ന ശ്വാസം മുതൽക്ക് എല്ലാ കാര്യങ്ങളും അള്ളാണ് തന്നത്. ഈ അള്ളാഹ്ക്കുള്ള ശുക്ർ ചെയ്യാൻ നമുക്ക് നേരല്ല. നമ്മൾ വേറെ പലതും വരും ജോലിയായി അള്ള ഇങ്ങനെ കണ്ടിട്ട് ഈർഷ്യതയെ നിൽക്കുക. പിന്നെങ്ങനെ ഇത് മാറില്ല? ഫുള്ളായിട്ട് മാറണം എന്ന് പറയുന്നില്ല. എന്നാലും അതിന് നമ്മൾ എന്തും കരുതണം. എല്ലാം റെഡി ആയിട്ട് എല്ലാം സോപ്പിട്ട് മൂസക്കുട്ടിൻ്റെ അറിയുന്നറിയാം. എല്ലാം വൃത്തിയിൽ വേണ്ടതുപോലെ ദുനിയാവ് 100 ഒക്കാന്നുള്ളൊരു മൂമിനിക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആരും മോഹിക്കുകയും ചെയ്യും. 40 ദിവസത്തിന്റെ ഇടയിൽ ശരീരത്തിൽ പരീക്ഷണം ഏറ്റിട്ടില്ലെങ്കിൽ അവൻ മൽഊനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നമ്മൾ പറയുന്നു ഇന്നല തലവേദന, ജലദോഷം, ആലുവേദന, ആറിനില്ല, മാറാൻ പറ്റൂല. മൂമിനായ മനുഷ്യനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കണ്ടിന് കട്ടിയില്ലാത്ത ചെടി പോലെയാണ് മൂമിനായ മനുഷ്യൻ. കണ്ടിന് വണ്ടല്ലാത്ത ചെടിയാകുമ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് ചായും, അടുത്ത കാറ്റിന് ഇങ്ങോട്ട് ചായും. ഒരു സ്വൈര്യം ഉണ്ടാവും ചെടിക്ക് ഇങ്ങനെ ആട്ടും ആട്ടിയെടുക്കണം. എന്നതുപോലെ എന്തൊരു നോക്ക്, നാളെ വേറും അല്ലെ മക്കളിൽ, അല്ലെ ഭാര്യയിൽ, അല്ലെ കുടുംബത്തിൽ, അല്ലെ സമ്പത്തിൽ, ഇങ്ങനെ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. ഇത് മുഴുവൻ തീർക്കാൻ വേണ്ടി തരുന്നതല്ല, ചെറിയത് അല്ലാഹു തആല സഹിക്കാൻ വേണ്ടി തരുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, പനി വന്നാൽ ഞാൻ മർഹബൻ ബിൽ ഹുമ്മ, പനിക്ക് സ്വാഗതം എന്ന് പറയും. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം നമുക്കൊരു പനി എന്നാൽ പനി മേലെ കണ്ടത്തിലെത്തിയാൽ അപ്പോഴേക്ക് പോകും ജന്മത്തിന് മുന്നിൽ ഇവിടുത്തെ വേറൊരു പനി അങ്ങനെ. പിന്നെ സുരക്ഷിതത്തിൽ ഡോക്ടർമാർ പോലും നേരത്തെ കുറിച്ചു കൊടുക്കണം, ഇനി വരരുത് അങ്ങനെ പറയാം. ഓരോ സ്കോർ പോലെ അങ്ങനെ തന്നെ പറയാം. ഞാനെങ്കിൽ എതിര് പറയുന്നില്ല, പക്ഷെ മൂന്നിന് സംബന്ധിച്ചോളം എങ്ങനെ എന്താ അബൂ ഹുറൈറ അങ്ങനെ പറഞ്ഞത്, പനി എന്ന് പറഞ്ഞാൽ അത് വന്നാൽ ശരീരം മുഴുവനും ബാധിക്കും. അപ്പൊ എന്റെ ശരീരം മുഴുവനും അതിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അത് കാരണമായി. അതുകൊണ്ട് മർഹബൻ ബിൽ ഹുമ്മ, പനിക്ക് സ്വാഗതം എന്ന് പറയാൻ റസൂലുള്ളാഹി സാഹിബിയ പറയുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാം മാറണമെന്നും എല്ലാം തീരണമെന്നും ആരും കരുതരുത്. എന്നാൽ അത്യാവശ്യത്തിന് ഒരു സ്വസ്ഥത അത് ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ കുറെ സൂക്ഷിക്കുകയും വേണം. ഒക്കെ ഇവാല് പറയാം, മാ അസാബക മിൻ മുസീബത്തി വമിൻ നഫ്സിക, നിനക്ക് വല്ല വിപത്തും തീർന്നാൽ എന്റെ ചെറുകൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും ഒരു തെറ്റ് എൻ്റെ ഇത് വന്നിട്ടുണ്ടായിട്ട് അതിന്റെ കാരണമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പൊ സുയൂത്തി റളിയല്ലാഹു പറയുന്നു, റസൂലുള്ളാഹിന്റെ മൗലിദിൽ വീട്ടിൽ വെച്ചുകൊണ്ട് ഓതപ്പെടുകയാണെങ്കിൽ മലക്കുകൾ ആ സദസ്സിന് വലയം ചെയ്യും. അവന്റെ ശഫാഅത്ത് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അവന്റെ ചോദ്യത്തിലും ഹിസാബിലും ഒക്കെ ഇളവുണ്ടാവും. വീട്ടിൽ ദാരിദ്ര്യങ്ങൾ, കടങ്ങൾ, മുസീബത്തുകൾ, വിപത്തുകളൊക്കെ കുറയും. ആര്? മഹാനായ സുയൂത്തി റളിയല്ലാഹു. മൗലിദിന്റെ സദസ്സിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ ശരിക്കും സ്വകത്തി റളിയല്ലാഹു പറഞ്ഞു, വിശാലില്ലാന്നെ മൗലിദ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ പുറത്തൈതൊക്കെ എഴുതി കൊടുത്തിട്ട് വായിച്ചോളൂ, ഞാനത് ഉണർത്താനായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞ അങ്ങനെ മൗലിദിന്റെ സദസ്സിലേക്ക് പോകുന്നവനാണെങ്കിൽ സ്വർഗത്തോപ്പിലേക്കാണ് അവൻ പോകുന്നത്. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു പറയുന്നു, ഇങ്ങനെ എനിക്ക് ഉഹദ് പർവ്വതത്തിൽ അത്ര സ്വർണം ഉണ്ടായിരിക്കുന്നതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു. ഞാനാണ് മഹാത്മാക്കൾ പറയുന്നത്. ഇതൊക്കെ ഒരു വീട് വാങ്ങിച്ചു, ഒരു ടിവിക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഫോണിന് വാങ്ങണം, ഒരു മൗലിദ വാങ്ങിച്ചു. എന്നിട്ട് ഇത് നോക്കണ സമയത്തൊക്കെ ഓരോ ഇക്കാലത്തെങ്കിലും ഞാനാളെ വിളിച്ചു ചോദിക്കാൻ കൊണ്ട് കഴിയൂലെങ്കിൽ ഒരു സ്വന്തം ചോദിക്കൂടി പറഞ്ഞ ഫലത്തെ അതുകൊണ്ട് കിട്ടും. അടുത്ത റബീലവ്. പിന്നെ ഒന്ന്, രണ്ടാമത്തെ മൗലൂദിൽ മാത്രം നിർത്തേണ്ട, ഒരു സുന്നത്തിൽ ഹയാത്താക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെ എന്തൊരു ജമാഅത്ത് പങ്കെടുക്കും, ഉദാഹരണം പറയാം. അതേപ്രകാരം സുന്നത്ത് നിസ്കരിച്ച് ഒരു ഗുഹ, അല്ലെങ്കിൽ രാത്രി എണീറ്റ് 2 റക്അത്ത്, ഇങ്ങനെ ഏതെങ്കിലും ഈ വൈകുന്നേര സമയത്ത് ദിക്ർ നിങ്ങൾ നോക്കി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ടൈമാണ് സുബഹിന്റെ ശേഷം സൂര്യോദയം വരെ. സൂര്യൻ വൈകുന്നേരമായി മഗ്‌രിബ് വരെ. ആ സമയത്തൊക്കെ നമ്മൾ അഭിനത്തിലായിട്ട് അങ്ങാടി അള്ളാഹ് ഇങ്ങനെ കോപിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. കാരണം എന്താ? സർവ്വചരാചരങ്ങളും അള്ളാഹിനെ ഇങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്ന ടൈമാണ് ഈ ടൈം. അതുകൊണ്ട് ആ സമയത്ത് ഇബാദത്തിന് വലിയ ഫലങ്ങൾ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ മിക്കവാറും ആൾക്കാർ സുബഹിസ്കാരം കഴിഞ്ഞാൽ ഉറക്കും, എന്നിട്ട് ഉറങ്ങിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ഇരിക്കാം. അതിയായ ഫാത്തിമ റളിയല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ ഭൂമി നിലവിളിക്കും, നീ ഇപ്പോഴാണ് അരി ഇളക്കുന്നത്, ഇന്നേക്കുള്ള അരി ഇപ്പോഴാണ് എടുക്കുക. സുബഹിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെയുള്ള സമയം, അന്നേക്കുള്ള അന്നം അള്ളാഹ് അന്ന് കണക്കാക്കുന്ന ആ സമയത്താണ്. അതുകൊണ്ട് ഭൂമി നിലവിളിക്കും. ആ സമയത്ത് കിടന്നുറങ്ങിയ എണീക്കുന്ന മോളോട് ആരും പഠിപ്പിക്കുന്നു രജിസ്റ്റാർ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സമയത്ത് ഒരാൾ ഉണർന്നുകൊണ്ട് നിന്നാൽ 70ഓളം ബലാലുകളെ അല്ലാഹു തആല അതിനെത്തൊട്ട് നീക്കും. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാം. ഈ പറയുന്ന മാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓരോരുത്തരും വീട്ടിൽ വിളിച്ചുകൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കാം.
അതോടുകൂടെ റസൂലുള്ള വിലക്കിയ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക. റസൂലുള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും പഠിച്ചിട്ടുണ്ടായി ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാന്ന്. ഈ അത് കഴിയാത്തവർ വായിക്കാൻ അറിയില്ല, അറബി പഠിച്ചില്ല, പണ്ട് വാപ്പ പഠിപ്പിച്ചില്ല, ഇങ്ങനൊക്കെ അത് കിട്ടാത്തവരാരല്ലോ. ഒരു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ചെല്ലിയാൽ മതി. ഒരൊറ്റ സ്വലാത്ത് ചെല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. എൻ്റെ മേലുള്ളതായ ഒരു സ്വലാത്ത് ഇല്ല. ആയതിന് ഹജ്ജ പരീദത്ത ഫറളായ ഹജ്ജിനും വലുമ്പത്ത ഉംറക്കും, ഒരു ഫറളായ ഹജ്ജും ഒരു ഫറളായ ഉംറയും ചെയ്തതിന് സമ്മാനം ഒരു സ്വലാത്ത് ചെയ്യുക. അപ്പൊ ഇശ്രീന വസവത്തം ഈ ശരീരില്ല. അള്ളാന്റെ വഴി 20 യുദ്ധത്തിൽ പങ്കെടുത്ത വരും ഒരൊറ്റ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാഭം കിട്ടണമെങ്കിൽ ലാഭം കുറഞ്ഞു വെച്ച് വയനാട്ടിൽ നിന്ന് പോലെ ഇതിനേക്കാൾ വലിയ ലാഭം താഴെ. ഇപ്പോൾ ഒരു ഹജ്ജിന് എത്ര കൊടുക്കണം? 4 ലക്ഷം തന്നെ ഏറ്റവും ഇങ്ങനെയാണ്. ഇതിപ്പോ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടൊന്നും അരിക്കാൻ മതി. അതുകൊണ്ടുള്ള കഴിവുണ്ടായി കഴിഞ്ഞാൽ ഒരു ഫറളായ ഹജ്ജിനും ഒരു ഫറളായ ഉംറക്കും 20 യുദ്ധത്തിന്റെയും ഫലം കിട്ടുമെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി ചെയ്താൽ പോലെ. മാത്രമല്ല ഈ നാളെ മത്സരിച്ചത് ഇപ്പൊ നമ്മളിപ്പോ ഡൽഹിയിലേക്ക് എത്തി. ഇതിലേക്ക് ഞങ്ങൾക്ക് പരിചയക്കാരുടെ വേരോടൊക്കെ ഇങ്ങനെ നടക്കണം. ആരാ ആൾ കിട്ടുക? ഭാഷ അറിയില്ല, അഡ്രസ്സും ഇല്ല, ഇങ്ങനെ തപ്പിക്കളിച്ചു. ആളെ മത്സരം ഇതിനേക്കാൾ വലിയ തപ്പല. ഒരു സ്റ്റേറ്റും ഒന്നും അല്ല മത്സരം തന്നെ, അന്താരാഷ്ട്രവും കാലാകാലവുമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഞാൻ ഏറ്റവും എന്നോട് ബന്ധപ്പെട്ട ആൾ അക്തറും അല്ലെങ്കിൽ എൻ്റെ പേര് ഏറ്റവും സ്വലാത്ത് വർദ്ധിപ്പിച്ച ആളാരാണ്? മൂപ്പരായിട്ട് അന്നിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ. ഒരു പരിചയത്തിൽ നിങ്ങൾ ഇഷ്ടമൊന്നും ഉണ്ടാക്കണ്ട, വർദ്ധിപ്പിച്ചോളൂ. നിസ്കരിക്കേണ്ട ആളും മനസ്സിലാക്കണ്ട, ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതിൻ്റെ പുറമെ നിങ്ങൾ ചെയ്യുന്നത് സ്വലാത്തിനെ വർദ്ധിപ്പിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ഒരൊറ്റ കാര്യം കൊണ്ട് കണ്ടില്ല. നോട്ടിന്റെ വിഷയം വന്നതോടുകൂടെ 50 ലക്ഷമൊക്കെ അങ്ങനെ അടിയിൽ വെച്ച് കത്താത്തിന് കൊണ്ട് ഇങ്ങനെ സുഹൃത്ത് ഇപ്പം വിഷയമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ കടന്ന ആൾ പിറ്റേലേക്ക് ഒന്നും എടുക്കൂല. എടുത്താത്തന്നെ എത്രേ കിട്ടുള്ളൂ, കിട്ടിയാത്തന്നെ എത്രേ വാങ്ങാൻ പാടുള്ളൂ, വാങ്ങിയാൽ തന്നെ അവർ എന്താക്കണമെന്ന് ചോദിക്കുകയും ഇപ്പൊ പേടിയാ. ഇതിപ്പോ നമ്മൾ ഇവിടെ ഒരു രാഷ്ട്രത്തിലുള്ളതാ. ഇനി അന്താരാഷ്ട്ര കോടതിയിൽ ഞാനും കൂടെ ഒരു 3 ചോദ്യം ചോദിച്ചിട്ടേ കാലനക്കാൻ സമ്മതിക്കില്ല. നീ എന്ത് മാർഗത്തിലാണ് എന്റെ സമ്പാദിച്ചത് എന്ന്, ഏത് വഴിയിലാണ് നീ ചെലവഴിച്ചത്? കണ്ടു എനിക്ക് ആരോഗ്യം തന്നിരുന്നു, ഈ ആരോഗ്യം എന്ത് ചെലവഴിച്ചു? 60 വയസ്സ് തന്നിട്ട് എന്ത് ചെലവഴിച്ചു? ഇന്നേയും മോളും വാപ്പയും മോനും എല്ലാവരും പറയണം. അത് ഇത് പറയാതെ കാലം അനക്കാൻ സമ്മതിക്കില്ല. ഇതുപോലെ തന്നെ ഇപ്പൊ മൻസൂറുൽ അമ്മാറിന്റെ ഹത്തത്തിന്റെ കഥ ഇതുപോലെ നമ്മൾ കുറെയൊക്കെ ചെയ്തു. ഇപ്പൊ കണ്ട ബാങ്കിൽ ഇട്ടില്ല, ചിലവരുണ്ട് ഊഹിച്ചാലോ കിട്ടില്ല. അതുപോലെ തന്നെ ഞാനും 10 ഹത്തം തീർന്നിരുന്നു. അന്തർരാജ്യ വെളുപ്പിടുത്തുമ്പോൾ ചെയ്യും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ്. ഇതൊക്കെ കയ്യിൽ സുടിക്കേസിലായിട്ട് നല്ല സ്വീകരിച്ചില്ല. ഇപ്പൊ ഊഹിച്ചാലും കിടണ്ട്. ഇത് കൊണ്ടുപോകാനില്ലേ, പുറകു കിടത് അങ്ങനെയാണ് അവിടുത്തെ പറ്റിയത് വേറെ കൊണ്ടുപോയിട്ട്. അതൊക്കെ ഇവിടെ വെച്ച് ചിന്തിച്ചോടി. മരണത്തിന്റെ ശേഷം ചിന്തിച്ചൊരു കാര്യമില്ല. അള്ളാഹുത്താല നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെ നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ മതിയാവില്ല. ഞാൻ ഈ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കണം, നിങ്ങൾ ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഹൃദയത്തിനെല്ലാം ബോധത്തോടുകൂടെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹുത്താല അനുഭവമാകട്ടെ. നമ്മൾ പറയപ്പെട്ട നമ്മുടെ മഹാത്മാക്കളൊക്കെ അവരെ പദ്ധതികളൊക്കെ അള്ളാഹുത്താല ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ വഴിയിലായിട്ട് ജീവിക്കാൻ, അവരെ തൃപ്തിയിലായിട്ട് അവരിപ്പോഴും നമ്മളെ പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംശയങ്ങളും വേണ്ട. ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ഉണർത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹിനെ തോക്കിക്കൊണ്ട് ഇന്ന് ഞമ്മക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് ചോദിക്കും റസൂലുള്ളാഹിനെ കാണുമോ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മരിച്ചവരറിയാതെ നിങ്ങൾ ഇങ്ങനെ ബന്ധമുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 50 നമ്പർ അള്ളാഹിനോടാ ചോദിച്ചു സംശയങ്ങളൊക്കെ. ഇമാം ഷാദിലി പറഞ്ഞു, ഇതിന്റെ മുമ്പ് നിന്റെ വില്യാപ്പങ്ങാണ് റസൂലുള്ള, എന്റെ കണ്ണിന്റെ മുമ്പ് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞാൽ ഞാൻ പിന്നെ മുസ്ലിം അല്ല. അത് ഇമാം ഷാദിലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഒരിക്കലും എന്റെ മുന്നിൽ വല്യപ്പം അറിയില്ല. അതാ അവർ ചോദിച്ചു. ഒരിക്കലും റസൂൽ ഹദീസ് പറഞ്ഞു, ഞാൻ ദിവസം 100 വട്ടം കുറുക്കണ്ണത്ത്, നിങ്ങളൊക്കെ കുറുക്കണ്ണത്ത് എവിടെയെന്ന് പറഞ്ഞു. മൂപ്പർക്ക് സംശയം, അദ്ദേഹത്തിനൊക്കെ വല്യപ്പ റസൂലുള്ള പന്തിന് കുറുക്കണ്ണത്ത് ഇടണം ചോദിച്ചു. ഞാൻ ഇവരോട് അല്ലേ നിങ്ങൾക്ക് അറിഞ്ഞില്ല, നിങ്ങൾ 100 വട്ടം കുറുക്കണ്ണത്ത് ഇടുന്നു എന്തിനാ? അപ്പൊ പറഞ്ഞു, എന്താങ്ങൾക്ക് അതിനുള്ള അപ്പം എന്താങ്ങൾക്ക് അതിനെ കേടുകൾ കുറുക്കണ്ണത്തേടാണ്. അപ്പം അയിനുൽ അൻവാരി വൈനുൽ അറിയാം, അള്ളയല്ലാത്ത വസ്തുക്കളുടെ മറകൾ വന്നത് കൊണ്ടല്ല ഞാൻ കുറുക്കണ്ണത്ത് ഇടുന്നത്. അള്ളാനെ 100 വന്ന് തിങ്ങിയിട്ട് ചിലപ്പോൾ സഹിക്കാൻ താങ്ങാൻ കഴിയില്ല. ഞാൻ മടങ്ങൂട് പ്രിയപ്പെട്ടവനെ ആ 100 നാലാണ് അസൗകര്യം. അപ്പം പറയുമെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടും. അതിന് വേണ്ടി അസൗകര്യമില്ല. നിങ്ങളൊക്കെ തെറ്റിന് വേണ്ടി സാധാരണക്കാർ റസൂലുള്ളാഹിന് വേണ്ടിയല്ല. ഇങ്ങനെ നേരിട്ട് സംശയങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തീർക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് എൻ്റെ അള്ളാഹുവിനോടാണ്. ഇനി അങ്ങനെയാണ്
ഇവരൊക്കെ തരും നിർദ്ദേശങ്ങൾ. നമ്മൾ അതിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അതാത് സമയത്ത് ഓരോ നിർദ്ദേശങ്ങൾ ഇന്നുണ്ട് എന്നുണ്ട്. അപ്പം പറഞ്ഞു നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലൊക്കെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.